സ്തോത്രം. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയുടെ ദിവസനയിലായിരിക്കാം. ഇന്ന് പകലിൽ ഒരിക്കൽ കൂടി ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ആരാധിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും സർവശക്തൻ നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി ആ നല്ല അവസരത്തിൻ്റെ അനുഭവത്തിൽ സന്തോഷിക്കുന്നവർ ഒരുമിച്ച് നല്ല കർത്താവിനെ സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഒരുക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. നമുക്ക് സ്തുതിക്കുവാൻ, നമുക്ക് പുകഴുവാൻ, നമുക്ക് മഹത്വം കൊടുക്കുവാൻ, നമുക്ക് ബലം കൊടുക്കുവാനുള്ള സർവശക്തനായ നമ്മുടെ കർത്താവിനെ, നമ്മെ നടത്തുന്ന കർത്താവിനെ, നമ്മെ പരിപാലിക്കുന്ന കർത്താവിനെ, നമ്മെ അറിയുന്ന കർത്താവിനെ, നമ്മെ കരുതുന്ന കർത്താവിനെ ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അങ്ങയുടെ കരുതലിനായി, അങ്ങയുടെ മഹത്വത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. അങ്ങയുടെ ദയയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. ഈ പകലിലും ഞങ്ങൾക്കൊരവസരം കൂടെ നൽകി തന്ന നല്ല സാഹചര്യത്തിനായി, നല്ല അനുഭവത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഒരുമിച്ച് സ്തുതിയോടെ സ്തോത്രത്തോടെ നമുക്ക് നല്ല കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ ലൈവിൽ ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടായിരിക്കുന്നവർ, ഇനി വീക്ഷിക്കുവാൻ പോകുന്നവർ, ആലയത്തിനകത്തായിരിക്കുന്നവർ, നിങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, സ്തുതിക്കുന്നു. നിങ്ങളെ ഓരോരുത്തരെയും നല്ല കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് നടക്കുന്ന വിശുദ്ധ സഭാരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ അനുഭവങ്ങളെ മാറ്റുന്ന, നിങ്ങളുടെ എക്സ്പീരിയൻസുകളെ മാറ്റുന്ന വാഗ്ദത്ത നിവർത്തിയുടെ നല്ല പകൽക്കാലമായി ഈ പകൽക്കാലം മാറട്ടെ. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, നിങ്ങളുടെ അനുഭവങ്ങളെ മാറ്റുന്ന ഒരു കർത്താവ് ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ അനുഭവങ്ങളെ മാറ്റുന്ന, നിങ്ങളുടെ കണ്ണുനീരിൻ്റെ അനുഭവങ്ങളെ മാറ്റുന്ന, നിങ്ങളുടെ വേദനയുടെ അനുഭവങ്ങളെ മാറ്റുന്ന, നിങ്ങളുടെ നിരാശയുടെ അനുഭവങ്ങളെ മാറ്റുന്ന സർവശക്തനായ കർത്താവ് ഈ നല്ല പകലിൽ നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. അവൻ വന്നിട്ടുള്ളത് കൊണ്ട് ഇന്ന് കടന്നു വന്നതുപോലെയല്ല, അധികം പ്രാപിച്ച് അധികം സന്തോഷത്തോടെ മടങ്ങുവാൻ സ്വർഗം നമുക്ക് അവസരം നൽകും. വചന ശുശ്രൂഷയിലേക്ക് വേഗത്തിൽ നമുക്ക് പ്രവേശിക്കാം പ്രാർത്ഥനയോടെ. ഒപ്പമായിരുന്നാട്ടെ. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ നിന്ന് ധ്യാനിക്കുവാനായി കർത്താവിൽ ശരണപ്പെടുന്നു. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായും കാത്തുകൊണ്ട്. ഒരു നിമിഷം കൂടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, വിശ്വസ്ത ദൈവമേ, പ്രത്യാശ നഷ്ടപ്പെട്ട, പ്രതീക്ഷ നഷ്ടപ്പെട്ട, വിശ്വാസം പോലും നഷ്ടപ്പെട്ടു പോകുമാറ് ആടി ഉലയുന്ന പടകിൽ ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന അനുഭവത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അപ്പാ, ഈ നല്ല പകലിലും പ്രത്യാശയിൽ വർധനവുണ്ടാകുവാൻ, വിശ്വാസത്തിൽ വർധനവുണ്ടാകുവാൻ ഏറ്റവും ശ്രേഷ്ഠമായതൊന്ന് ഇവരുടെ മധ്യത്തിൽ അങ്ങ് ചെയ്യണമേ. അത് ഇവരുടെ ജീവിതത്തിൽ തന്നെ അനുഭവിക്കുവാൻ, കുടുംബങ്ങൾക്കകത്ത് അത് വെളിപ്പെടുവാൻ സ്വർഗം സഹായിക്കണമേ. അപ്പാ, ഞങ്ങൾ ഇതിനകത്തായിരിക്കുമ്പോൾ ലോകം പറയും ഞങ്ങൾ ആലംബഹീനർ, ലോകം പറയും ഞങ്ങൾ ആശ്രയമറ്റവർ, ലോകം പറയും ഞങ്ങൾ പ്രതീക്ഷയില്ലാത്തവർ. എന്നാൽ ഇതിനകത്ത് കൂട്ടായ്മയുടെ മധ്യത്തിൽ ഞങ്ങൾ ഏറ്റവും ശക്തരെന്ന് ശക്തനായവൻ ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് ഞങ്ങൾ തിരിച്ചറിയുന്നു. ശക്തനായവൻ ഞങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങളെ ഇന്ന് ചെയ്യുവാൻ പോകുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഈ ജനം ആ വിടുതൽ അനുഭവിക്കട്ടെ. അങ്ങിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിച്ച് അപ്പന്റെ നാമത്തെ ഉയർത്തുവാൻ സ്വർഗം സഹായിക്കണമേ. വായിച്ച വചനത്തിന് മുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. വചനം അത്ഭുതമായി ഇന്ന് പകലിൽ ചലിച്ചു തുടങ്ങട്ടെ. വചനം രോഗസൗഖ്യമായി വെളിപ്പെടട്ടെ. വചനം ഭൂതങ്ങളെ പുറത്താക്കുന്ന അത്ഭുത ശക്തിയായി വ്യക്തികളിൽ, സാഹചര്യങ്ങളിൽ, ഭവനങ്ങളിൽ ചലിക്കട്ടെ. വചനം വാതിലുകളെ, വഴികളെ തുറന്നിടട്ടെ. വചനം അത്ഭുതങ്ങളിലേക്ക് കാൽ വയ്ക്കുവാൻ തക്കവണ്ണം കാൽപ്പാടുകളിൽ വെളിച്ചമായി ചിലതിലേക്കുള്ള ഒരു കാൽവെപ്പ് കർത്താവ് ഇന്ന് ഒരുക്കുന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവ്. അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി, വചനം ചില തടസ്സങ്ങളെ തകർക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. അങ്ങയുടെ വചനത്തിലൂടെ സംസാരിക്കുകയും അങ്ങയുടെ വചനത്തിലൂടെ ആശ്വസിപ്പിക്കുകയും അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് പ്രവർത്തിക്കുവാനും പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ ജനത്തെ ഒരിക്കൽ കൂടി താഴ്ത്തിയേൽപ്പിക്കുന്നു. അടിയനും ശ്രേഷ്ഠത ഒട്ടുമുള്ളവനല്ല, എങ്കിലും അങ്ങ് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി നിൽക്കുന്നു. അങ്ങ് കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തണമേ. ഒരിക്കൽ കൂടി ഈ ചിന്തയ്ക്കായി വായിച്ച വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 12-ാമത്തെ വാക്യം അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു: നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവത്തിന്റെ ദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യാക്ഷതയ്ക്കായിട്ടും
കാത്തുകൊണ്ട് ആ തുടക്ക ഭാഗത്തെ ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്ത് ധ്യാനിച്ചു തുടങ്ങുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഭാഗ്യകരമായ പ്രത്യാശ. ഒരിക്കൽ കൂടി സ്തോത്രം, ശബ്ദമുയർത്തി പറഞ്ഞേ, ഭാഗ്യകരമായ പ്രത്യാശ, ഭാഗ്യകരമായ പ്രത്യാശ. ഒരു ദൂത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ആ പ്രത്യാശയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ഇவ்விധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുന്നില്ല. അതെ, ദൈവം നിങ്ങളുടെ ഉള്ളിൽ തന്ന ആ പ്രത്യാശയ്ക്ക്, ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ പോകുന്നതിനായി കാത്തിരിക്കുന്ന ആ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തേയില്ല. ആ പ്രത്യാശയെക്കുറിച്ച് പഴയ നിയമത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ പഴയ നിയമത്തിലെ ശക്തനായ പ്രവാചകൻ ഇരമ്യാവ് പറയുന്നു, അത് ശുഭഭാവിയാണ്. അതെ, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ദൈവം നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ, അത് നിങ്ങളിൽ വരുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി ഭംഗം വരാതെ നിങ്ങളിൽ വരുവാൻ തക്കവണ്ണമുള്ള ദൈവത്തിന്റെ നിരൂപണങ്ങൾ. ഒരു വാക്കുകൂടെ പറഞ്ഞ് ആ സ്തോത്രം ദൂതിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു പരിഭാഷയിൽ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ലത് ഭാവിയിൽ സംഭവിക്കുവാനായുള്ള ദൈവത്തിന്റെ മുൻകരുതലുകൾ. ഒരിക്കൽ കൂടി പറയട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന, നിങ്ങൾ സ്വപ്നം കാണുന്ന, നിങ്ങൾ കൊതിക്കുന്ന നല്ലത് ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള കരുതൽ, അതാണ് ദൈവത്തിന്റെ നിരൂപണങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ, നല്ല നാളെ എന്ന, അനുഗ്രഹിക്കപ്പെട്ട ജീവിതമെന്ന, ശുഭഭാവി എന്ന നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. അതെ, നീ ആഗ്രഹിക്കുന്നത് നിന്റെ ജീവിതത്തിൽ നേടി നീ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ, നീ അഭിമാനത്തോടെ സന്തോഷത്തോടെ തല നിവർത്തി നിൽക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. നിന്റെ ഭാവി അനുഗ്രഹമായി തീരുവാൻ വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. നിന്റെ തൊഴിലിടത്തിൽ നീ ആഗ്രഹിക്കുന്നത് പ്രാപിച്ച് അനുഗ്രഹിക്കപ്പെട്ടുള്ള ഒരു മുന്നേറ്റം നിന്റെ ജീവിതത്തിൽ സാധ്യമാകുവാൻ വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. അതെ, എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമായി സമാധാനമായി സമീപ ഭാവിയിൽ മുൻപോട്ട് പോകുവാൻ വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. അതെ, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹമായി സന്തോഷമായി നിങ്ങൾക്കൊപ്പമായി ഇരിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. ആരോഗ്യമുള്ള ഒരു ശരീരം കൊണ്ട് ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. ആരുടെ മുമ്പിലും തലകുനിക്കാതെ, ആരുടെ മുമ്പിലും കൈനീട്ടാതെ, ആരുടെ മുമ്പിലും അവരുടെ പരീക്ഷ വാക്കുകൾ കേട്ട് കണ്ണ് നിറയാതെ നിങ്ങൾക്ക് മുൻപോട്ട് ജീവിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയുള്ളത്, നിന്റെ നല്ല ജീവിതത്തിന് വേണ്ടിയുള്ളത്, നിന്റെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതത്തിന് വേണ്ടിയുള്ളത്, കുഞ്ഞുമക്കളെ നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജീവിതത്തിന് വേണ്ടിയുള്ളത്, നിങ്ങളുടെ സ്തോത്രം വിശാലതയ്ക്ക് വേണ്ടിയുള്ളത്, നിങ്ങളുടെ റിസൾട്ടിന് വേണ്ടിയുള്ളത്, നിങ്ങളുടെ ഭാവി സന്തോഷമായി തീരുവാൻ വേണ്ടിയുള്ളത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി പറയട്ടെ, പൗലോസ് അപ്പോസ്തലൻ അത് കരുതിയിട്ടുണ്ടെന്നല്ല, ഇരമ്യാവ് കരുതിയിട്ടുണ്ടെന്നല്ല, വചനം പറയുന്നു ദൈവം അത് കരുതിയിട്ടുണ്ട്. അതെ, നിങ്ങൾ പ്രത്യാശിക്കുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല ഭാവിയായി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ, നിങ്ങൾക്കൊപ്പം ഉണ്ടാകുവാൻ വേണ്ടത് സർവശക്തനായ ദൈവം കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. അപ്പോൾ അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് ഈ രണ്ട് വ്യക്തികളിലൂടെ, അപ്പോസ്തലനായ പൗലോസിലൂടെ, ഇരമ്യാവിലൂടെ അവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ദൈവം അവരെ നടത്തിയ വിധങ്ങൾ. തുടർന്ന് ഇന്ന് കർത്തൃമേശ നമ്മുടെ മുൻപിലുണ്ടല്ലോ, കർത്തൃമേശയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞ് ശുശ്രൂഷയിലേക്ക്, കർത്തൃമേശ എന്ന അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തലനായ പൗലോസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഈ വാക്കുകൾ റോമർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല എന്ന് പറയുവാൻ ഇടയായ സാഹചര്യം, തൻ്റെ ജീവിതത്തിൽ താൻ പ്രത്യാശിച്ചത് അതിന് ഭംഗം വരാതെ അത് നിവർത്തിച്ചു തന്ന ഒരു ദൈവത്തെ കണ്ടറിഞ്ഞതുകൊണ്ടാണ്. ആമേൻ, സ്തോത്രം. അത് നിവർത്തിച്ചു കൊടുത്ത ദൈവത്തെ തിരിച്ചറിഞ്ഞതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു പ്രത്യാശയ്ക്ക് ഭംഗം വരത്തേ ഇല്ല. നോക്കൂ,
അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ അപ്പോസ്തലനായ പൗലോസിന്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായി. എന്താണ് ആഗ്രഹം? റോം കാണണം, അല്ലെങ്കിൽ റോമായിൽ കടന്നു ചെല്ലണം. ഭരണ സ്ഥിരാകേന്ദ്രമായ റോമയിൽ സ്തോത്രം അപ്പോസ്തലനായ പൗലോസിന് എത്തണം. അതുവരെ വിദൂര സ്ഥലങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിൽ, ആൾപ്പാർപ്പുള്ള സ്ഥലങ്ങളിൽ, ആമേൻ, ഗ്രാമം എന്ന് പറയുമ്പോൾ ആൾപ്പാർപ്പ് കുറഞ്ഞിടമെന്ന് കരുതരുത്. പട്ടണങ്ങളിൽ അന്ന് പഴയ കാലത്ത് അധികാരികളും അധികാര സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ ഗ്രാമപ്രദേശങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന, വേദനിക്കുന്ന, കരയുന്ന, നിരാവലംബരായ ഒത്തിരി വ്യക്തികളെ കാണുവാൻ കഴിയും. അങ്ങനെ ഉള്ളവരുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ഒരു ആഗ്രഹം, എനിക്ക് റോമ കാണണം, ഭരണ സ്ഥിരാകേന്ദ്രം കാണണം, അധികാരികളുടെ മധ്യത്തിൽ, അധികാരമുള്ളവരുടെ മധ്യത്തിൽ എനിക്ക് കടന്ന് ചെല്ലണം. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ തിരിച്ചറിയേണ്ടതും സംശയമുണ്ടാകുന്നതുമായ ഒരു കാര്യം, ഈ ആഗ്രഹം എങ്ങനെയാണ് അത് പ്രത്യാശയായി മാറുന്നത്? ആമേൻ. നമുക്കൊക്കെ ആഗ്രഹങ്ങൾ ഒത്തിരി ഉണ്ട്, നമുക്കൊക്കെ ഒത്തിരി ഇഷ്ടങ്ങളുണ്ട്, നമുക്കൊക്കെ ഒത്തിരി 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 മോഹങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് പ്രത്യാശയായി മാറുന്നത്? അത് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 17-ാം അധ്യായം 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഭൂലോകത്തെ കലഹിപ്പിച്ചവർ എന്ന് പറഞ്ഞ് അപ്പോസ്തലനായ പൗലോസിനെയും കൂട്ടാളികളെയും ബന്ധിച്ച് തറയിൽ കൂടി വലിച്ചിഴച്ചു കൊണ്ടുപോവുകയാണ്. ശ്രദ്ധിക്കണമേ, തറയിൽ കൂടി വലിച്ചിഴയ്ക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ ഇന്ന് ടൈലിട്ട, മാർബിളിട്ട, നല്ല രീതിയിൽ സിമൻറ്റ് പാകിയ വീട്ടിനകത്തൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ തറയിൽ കൂടെ വലിച്ചിഴയ്ക്കും എന്ന് പറഞ്ഞാൽ ഒരു ഇക്കിളി വരുന്ന ഫീലായിരിക്കും. പക്ഷേ അന്ന് അങ്ങനെയല്ല, കല്ലും മുള്ളും നിറഞ്ഞ രാജപാതയിലൂടെ, പാതയുടെ പ്രത്യേകത എന്താ? കുതിരയ്ക്ക് സഞ്ചരിക്കുവാൻ വേണ്ടി കരിങ്കല്ല് പാകിയിരിക്കുന്ന പാതയിലൂടെ വലിച്ചിഴച്ച് കിലോമീറ്ററുകളോളം കൊണ്ടുപോകുന്ന അവസ്ഥ. ആമേൻ. ആ അവസ്ഥയിലായിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ഭൂലോകത്തെ ഇളക്കുന്നവരെന്ന് പറഞ്ഞ് കയ്യാമം വെച്ച് അല്ലെങ്കിൽ ബന്ധിച്ച് കെട്ടി വരിഞ്ഞ് തറയിൽ കൂടി വലിച്ചിഴച്ചു കൊണ്ടുപോകുന്നു. ആമേൻ, സ്തോത്രം. അവിടെ നിന്ന് സഹോദരന്മാരെല്ലാം കൂടെ രക്ഷപ്പെടുത്തി 17-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് പാഴ്സലായിട്ട് വേറൊരിടത്തേക്ക് അയക്കുന്നു. അവസ്ഥ നിങ്ങൾ തിരിച്ചറിയുക. 18-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അഥേനയിൽ നിന്ന് കൊരിന്തിലോട്ട് ഒരു പാലായനം അഥവാ ഓട്ടം. കാരണം എന്താണ്? ഒരു കൽപ്പന പുറപ്പെടുവിക്കപ്പെട്ടിരിക്കുന്നു, നിന്നെപ്പോലുള്ള ഒരുത്തനും ഇവിടെ വേണ്ട. ആമേൻ, സ്തോത്രം. കൽപ്പന ഉണ്ടായപ്പോൾ പാലായനം ചെയ്യേണ്ട അവസ്ഥ ഉണ്ടായി. നോക്കൂ, ഒരു മനുഷ്യൻ ജീവനെ കുറിച്ചല്ലാതെ മറ്റൊന്നും ചിന്തിക്കുവാൻ കഴിയാത്ത അവസ്ഥ. അഥവാ നാളെ അല്ലെങ്കിൽ തൊട്ടടുത്ത നിമിഷം എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കേണ്ട അവസ്ഥയിലാണ് അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കുന്നത്. പൗലോസിന്റെ ലേഖനങ്ങൾ വായിക്കുമ്പോഴൊക്കെ ഇതിന്റെ വിശദമായ വിവരണം നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോസ്തലനായ പൗലോസ് തന്നെ അത് വ്യക്തമാക്കുന്നുണ്ട്. പല തവണ പട്ടിണി കിടന്നു, പല തവണ നഗ്നനായി കടലിലെ കഷ്ടത അനുഭവിച്ചു, കരയിലെ കഷ്ടത അനുഭവിച്ചു, കോലിനാൽ അടിക്കപ്പെട്ടു, സ്തോത്രം, മരണം വന്നു എന്ന് കരുതും വിധത്തിൽ കല്ലെറിഞ്ഞ് തകർക്കപ്പെട്ടു. ഇങ്ങനെ വലിയൊരു കഷ്ടത. ഇത്രയും കഷ്ടതയിലായിരിക്കുമ്പോൾ സ്തോത്രം വീഗാലാൻഡിൽ പോയി റൈഡിന് പോകണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? ആമേൻ. കഷ്ടത പെരുത്തോണ്ടിരിക്കുമ്പോൾ എന്ത് വീഗാലാൻഡ്, എങ്ങനെയെങ്കിലും ഇത്തിരി ഒരു നിമിഷം കിടന്ന് ഉറങ്ങാൻ പറ്റിയാൽ മതി എന്ന് ചിന്തിക്കും. പക്ഷേ അവിടെയും അപ്പോസ്തലനായ പൗലോസിന്റെ ആർത്തി നോക്കണമേ, പുള്ളിക്ക് ആർത്തി റോം കാണണം. ആമേൻ, സ്തോത്രം. നാടൊന്നും കണ്ടാൽ പോരാ, അങ്ങ് ഭരണ സ്ഥിരാകേന്ദ്രം കാണണം, നാട്, ആ സ്തോത്രം, പട്ടണം കാണണം, അധികാരമുള്ളവരുടെ മധ്യത്തിൽ നിൽക്കണം. അതാണ് പ്രത്യാശ. ഹല്ലേലൂയ. എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ, എല്ലാം നല്ലതായി നടക്കുമ്പോൾ ചിലതുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന അത് പ്രത്യാശയല്ല, അത് നടന്നോളും. ആമേൻ. ഇന്ന് പാക്കറ്റിൽ 1000 രൂപ ഉള്ളവർക്ക് ഉച്ചയ്ക്ക് ബിരിയാണി കഴിക്കണമെന്ന് വിചാരിച്ചാൽ അത് നടക്കാത്ത കാര്യമല്ല, അത് നടന്നുകൊള്ളും. എന്നാൽ ഒഴിഞ്ഞ പോക്കറ്റമായി ഇരിക്കുമ്പോഴും ഉച്ചയ്ക്ക് എനിക്ക് വയറ് നിറയെ ആഹാരം കഴിക്കണം, ഞാനത് കഴിക്കും, എൻ്റെ ദൈവം എനിക്കത് തരുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രത്യാശ. സാഹചര്യം മുഴുവൻ പ്രതികൂലമായിരിക്കുമ്പോഴും, നീ ഉപദ്രവിക്കപ്പെടുമ്പോഴും, നീ വേദനിക്കപ്പെടുമ്പോഴും, നീ കരയുമ്പോഴും, നല്ലതൊന്നും കാണുവാൻ കഴിയാതെ, നല്ലത് പ്രതീക്ഷിച്ചിട്ട് നല്ലതൊന്നും അനുഭവിക്കുവാൻ കഴിയാതെ, വേദനയുടെ നിരാശയോടെ ആയിരിക്കുമ്പോഴും, എന്നെ കേൾക്കുന്ന സഭയെ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ചിലത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിലത് കൊതിക്കുന്നുണ്ടെങ്കിൽ, അതെ, നല്ലൊരു ജീവിതം നിങ്ങൾ കൊതിക്കുന്നുണ്ടെങ്കിൽ, ഇന്നത്തെ അവസ്ഥ മാറ്റുന്ന സാഹചര്യങ്ങളെ മുഴുവൻ മാറ്റുന്ന, തലകുനിപ്പിക്കുന്നവരുടെ മുമ്പിൽ തല നിവർത്തി നിൽക്കുവാനുള്ളത് ദൈവം തരുമെന്ന്, ഈ തലകുനിയലിന്റെ അവസ്ഥ മാറുമെന്ന്, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്, കുടുംബ
ഭർത്താവ് അനുഗ്രഹിക്കപ്പെടുമെന്ന്, ഭർത്താവ് അനുഗ്രഹിക്കപ്പെടുമെന്ന്, മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന്, നന്മയുണ്ടാകുമെന്ന്, ഓ സ്തോത്രം, മാനിക്കപ്പെടുമെന്ന്, ദേശത്തിൽ കർത്താവിന്റെ നാമത്തിൽ അറിയപ്പെടുമെന്ന്, ഉയരപ്പെടണമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് പ്രത്യാശ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സാഹചര്യം മുഴുവനും പ്രതികൂലമായിരിക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, ആ പ്രത്യാശയുടെ നങ്കൂരം അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. അത് പേഴ്സിലെ പണമല്ല, സ്തോത്രം, വീട്ടിലെ അനുകൂലമായ സാഹചര്യങ്ങളല്ല, നമുക്കൊപ്പം നിൽക്കുന്നവരുടെ ബലമല്ല. പ്രത്യാശയുടെ നങ്കൂരം കർത്താവായ യേശു ക്രിസ്തു മാത്രം. യേശുവിൽ അഥവാ ദൈവത്തിൽ വിശ്വസിക്കുന്നവന് മാത്രമേ സാഹചര്യം മുഴുവനും അനുകൂലമായിരിക്കുമ്പോഴും തൻ്റെ ബുദ്ധിയെ പണയം വെച്ചുകൊണ്ട്, തൻ്റെ അറിവിനെ പണയം വെച്ചുകൊണ്ട്, സ്തോത്രം, നല്ലത് പ്രത്യാശിക്കുവാൻ അഥവാ ശുഭഭാവി പ്രത്യാശിക്കുവാൻ കഴിയത്തുള്ളൂ. നമ്മൾ ഒത്തിരി ധ്യാനിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് തന്നെ അധികം പറഞ്ഞു പോകുന്നില്ല. ഒന്ന് തൊട്ടു പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 17-ാം അധ്യായം നിങ്ങൾക്കറിയാമല്ലോ. ആമേൻ, സ്തോത്രം. ഒരുത്തൻ വെറും ഒരുത്തനല്ല, പ്രവാചക ശ്രേഷ്ഠൻ, രാജാവിന് മുൻപിൽ പോലും നിന്ന് കൈനീട്ടി സംസാരിക്കുവാൻ സ്തോത്രം ആത്മശക്തി ഉള്ളവൻ, അഭിഷേകമുള്ളവൻ ഏലിയാവെന്ന പ്രവാചകനോട് ദൈവം പറയുന്നു, നീ കെരീത്തിൽ പോയിരിക്കുക, നിനക്ക് വേണ്ടത് തരുവാൻ ഞാൻ കാക്കയെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ഏലിയാവിന്റെ വിശ്വാസം കാക്കയുടെ അപ്പനിലുമല്ല, കാക്കയുടെ അമ്മയിലുമല്ല, വീട്ടിൽ കൂട്ടിലിട്ട് വളർത്തുന്ന കാക്കയിലുമല്ല. അത് പറഞ്ഞ സർവശക്തനായ ദൈവത്തിൽ മാത്രം. നിന്റെ പ്രത്യാശ ദൈവത്തിലാണെങ്കിൽ അതിന് ഭംഗം വരത്തില്ല. കാക്ക വരേണ്ട സ്ഥാനത്ത് കാക്ക വരും, തോടിൽ വെള്ളം ഉണ്ടാകേണ്ട സ്ഥാനത്ത് വെള്ളമുണ്ടാകും. തോട് വറ്റുമ്പോൾ കലം നിറയും, തോട് വറ്റുമ്പോൾ ഭരണി നിറയും. അതേ സ്തോത്രം, നിന്റെ പ്രത്യാശയ്ക്ക് ശുഭഭാവി, നല്ലത് നീ അനുഭവിക്കുന്ന, നന്മ നീ അനുഭവിക്കുന്ന, മറ്റുള്ളവർ നിന്നെ കുറിച്ച് നല്ലത് പറയുന്ന ആ ശുഭഭാവിക്ക് ഭംഗം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. പ്രത്യാശ ദൈവത്തിൽ തന്നെ ആയിരിക്കണം. ആ പ്രത്യാശയുടെ സാക്ഷ്യമാണ് വിജി ഇന്ന് നിങ്ങളുമായി പങ്കുവെച്ചത്. ആമേൻ. ഒരു 3-4 മണിക്കൂർ ആ സാക്ഷ്യം പറഞ്ഞാൽ തീരത്തില്ല. ഇന്നലെ സ്തോത്രം ഇവിടുന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പോയി, ഒരുപാട് ജോലി ഉണ്ടായിരുന്നു, പ്രാർത്ഥിച്ചു. അതിനുശേഷം കിടക്കുന്നതിന് മുമ്പ് ഒരു ആൻറ്റി, വളരെ സ്നേഹമുള്ള ഒരു ആൻറ്റി വിളിച്ചിട്ട്, അമ്മയെ പോലെ സ്നേഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ആൻറ്റി വിളിച്ചിട്ട് വളരെ പരുഷമായിട്ട് സംസാരിച്ചു. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെയാണ്: ദേവദാസനെ, നിങ്ങൾ സ്തോത്രം പറഞ്ഞത് കേട്ടു, വെള്ളിയാഴ്ച സ്തോത്രം നിങ്ങളുടെ മോൻ ആശുപത്രിയിൽ പോയപ്പോൾ 1 മണിക്കൂർ കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ലല്ലോ. ഇത്ര വലിയ ക്രെഡിറ്റ് ആയിട്ട് നിങ്ങൾ പറയുന്നത് വലിയ കാര്യമാണ്. ഒരു അപ്പനായി ചിന്തിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ആ മാതാവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നു. നമ്മുടെ മക്കൾ സങ്കടപ്പെടുമ്പോൾ അവർക്കൊപ്പം നിൽക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കുടുംബം സങ്കടപ്പെടുമ്പോൾ അവർക്കൊപ്പം നിൽക്കേണ്ടത് ആവശ്യമാണ്. പക്ഷേ ഒരു ബോധമുള്ള മനുഷ്യനായി ചിന്തിച്ചാൽ നമ്മൾ അവിടെ നിന്നതുകൊണ്ട് എന്ത് സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ആമേൻ, ഹല്ലേലൂയ. ഞാൻ അവിടെ ആശുപത്രിയിൽ ഞാൻ സ്തോത്രം ആ ആൻറ്റിയോട് ചോദിച്ചു, ഞാൻ അമ്മയെന്നാ വിളിക്കുന്നത്, ഞാൻ ചോദിച്ചു, അമ്മേ സ്തോത്രം നിങ്ങൾ പ്രാർത്ഥിച്ചായിരുന്നു? അമ്മ പറഞ്ഞു, പിന്നെ പ്രാർത്ഥിക്കാതെ, എൻ്റെ മോൻ്റെ കുഞ്ഞല്ലേ, അവന് വേണ്ടി പ്രാർത്ഥിക്കാതെ. ഞാൻ പറഞ്ഞു, അമ്മേ ആ സമയം ഏകദേശം 100-200 പേർ ദൈവസന്നിധിയിൽ എൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. എന്തുകൊണ്ടാ? ഞാൻ അവനെ അവിടെ ആക്കിയിട്ട് നിങ്ങളുടെ മുമ്പിൽ നിന്നതുകൊണ്ടാ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ, സ്തോത്രം. അവിടെ അവനെ കാക്കുന്ന ഒരുവനുണ്ട്. ആമേൻ. എനിക്ക് പോയിട്ട് സ്തോത്രം, ആമേൻ, ആ വരാന്തയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാമെന്നല്ലാതെ അവിടെ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. ഇപ്പോഴാണെങ്കിൽ ഒരുപക്ഷെ അകത്ത് പോലും കയറ്റി വിടത്തില്ല. അകത്താണെങ്കിൽ ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ ഇരുന്ന് ആദ്യത്തെ കുറേ നേരം പ്രാർത്ഥിക്കാം, പിന്നെ ഞങ്ങൾക്ക് പരസ്പരം സങ്കടങ്ങൾ പറയാം. കാരണം ഞങ്ങൾ ഈ മോനുമായിട്ട് ആ സ്തോത്രം ശ്രീചിത്രയിലേക്ക് പോകാൻ തുടങ്ങിയിട്ട് അവൻ ജനിച്ച 3-ാമത്തെ ദിവസം ഞങ്ങൾ ശ്രീചിത്രയിൽ കാൽ വെച്ചതാണ്. 14 വർഷമാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, 14 വർഷമാകുന്നു. 14 വർഷം. ആ കേൾക്കുവാൻ ആഗ്രഹിച്ച വാക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. 14 വർഷം. 14 വർഷവും ഞങ്ങളുടെ മോനുമായിട്ട് കടന്നു പോകും. ആ സ്തോത്രം ആദ്യ സമയങ്ങളിലേക്കാൾ പിന്നത്തേതിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും, ഉപവസിക്കും, അവിടെ പോയിരുന്നു ബൈബിൾ വായിക്കും. സ്തോത്രം ഭ്രാന്തരെ പോലെ ഞാൻ അതിനകത്തിരുന്ന് സങ്കീർത്തനം വായിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആമേൻ, സ്തോത്രം. വിജി പോലും പറഞ്ഞിട്ടുണ്ട്, അപ്പുറവും ഇപ്പുറവും ഉള്ളവർ ശ്രദ്ധിക്കുന്നു, മിണ്ടാതിരിക്കുക. എനിക്ക് മിണ്ടാതിരിക്കുവാൻ കഴിയത്തില്ല, കാരണം അത്രമാത്രം ഞങ്ങളുടെ ആവശ്യം വലുതാണ്. സ്തോത്രം. ആമേൻ. അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കും. ആ സ്തോത്രം ഡോക്ടറുടെ അടുത്ത് ഒക്കെ കഴിഞ്ഞ് റിസൾട്ടുമായി കടന്നു പോകും. ഞങ്ങൾ പ്രതീക്ഷിച്ച് ഞങ്ങളുടെ ഹൃദയം ഉച്ചത്തിലിടിക്കും. ഇപ്പോൾ ദൈവം ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു അത്ഭുതം ഞങ്ങൾ ഇതാ കേൾക്കുവാൻ പോകുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും
ഞങ്ങളുടെ സ്തോത്രം ഞങ്ങൾ പലതും വിട്ട് ഞങ്ങൾ പ്രിയരെ പറയട്ടെ സ്തോത്രം ആമേൻ, ഞങ്ങളുടെ മകൻ മുഖാന്തരമാണ് ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വന്നത്. ആമേൻ. അല്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരത്തില്ല. സ്തോത്രം കർത്താവിന് ഞങ്ങളെ ആവശ്യമുണ്ടായിരുന്നത് കൊണ്ട് അവൻ മുഖാന്തരം കർത്താവ് ഞങ്ങളെ ചേർത്ത് പിടിച്ചു. ആമേൻ. അങ്ങനെ വിശ്വസിക്കുവാനാണ് എനിക്കിഷ്ടം. ആമേൻ. സ്തോത്രം കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും സ്നേഹിക്കുന്ന ചിലരിലൂടെ കർത്താവ് നിങ്ങളെ ചേർത്ത് പിടിക്കും. ആമേൻ. ചില വ്യക്തികളിലൂടെ നിങ്ങൾ കഷ്ടത അനുഭവിക്കുമ്പോൾ, ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. ആമേൻ. സ്തോത്രം. എന്നാൽ ഞങ്ങൾ പ്രതീക്ഷിച്ചു പോകുന്ന വാക്ക് അവിടെ നിന്ന് കേൾക്കുവാൻ കഴിയത്തില്ല. ഡോക്ടർ ഓരോ തവണയും ഞങ്ങളോട് പറയുന്നത് എന്താണെന്ന് അറിയാമോ? അടുത്ത 6 മാസം കഴിഞ്ഞ് വാ, എന്ന് സർജറി ചെയ്യാമെന്ന് തീരുമാനിക്കാം. ആമേൻ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിക്കണമേ. സ്തോത്രം. ഈ രോഗത്തിൻ്റെ അവൻ്റെ ഹാർട്ടിൽ ഒരു ചുരുക്കവുമുണ്ട്, ഒരു സ്തോത്രം ഹോളുമുണ്ട്. ആമേൻ. ചുരുക്കവുമുണ്ട്, ഹോളുമുണ്ട്. ഹോൾ എന്ന് പറയുന്നത് വലിയ പ്രശ്നമല്ല. ആമേൻ. സ്തോത്രം. പക്ഷേ ചുരുക്കം അത് പ്രശ്നമാണ്. 16-ാമത്തെ ദിവസം സ്ട്രെങ്ത് ഇട്ട് അതിനെ നിവർത്തുവാൻ നോക്കി പരാജയപ്പെട്ടതാണ്. ആമേൻ. ആ കൊച്ചു ശ്വാസക്കുഴൽ ഇത്രയും വലിയ ഇരുമ്പ് സാധനം ഇട്ടിട്ടും അത് നൂന്നു കൊടുത്തില്ല. 100% നിവരേണ്ട സ്ഥാനത്ത് 25% നിവർന്നുള്ളൂ. അപ്പോൾ ഓരോ 6 മാസത്തിലും ഡോക്ടർ ചെയ്യുന്ന അവന് മരുന്നും ഗുളിയും വേറെ ഒന്നുമില്ല. ആമേൻ. അവനെ അവിടെ കൊണ്ടുപോയിട്ട് അവർ എക്സാമിൻ ചെയ്യുക, എന്ന് ഓപ്പറേഷൻ നടത്താം, എന്ന് സർജറി നടത്തണം. 2.5 വയസ്സിൽ അവർ പറഞ്ഞു ഈ പ്രാവശ്യം നമുക്ക് സർജറി നടത്താം. ഞങ്ങളെല്ലാം വാരിക്കെട്ട് റെഡിയായി അവിടെ പോയി നിന്നു. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു പോട്ടെ, കുറച്ചുകൂടെ പോട്ടെ. 5 വയസ്സായി. സ്തോത്രം. അവർ തീരുമാനിച്ചു, അവർ ഡേറ്റ് ഫിക്സ് ചെയ്തു. വീണ്ടും പറഞ്ഞു പോട്ടെ, കുറച്ചുകൂടെ പോട്ടെ, കുഴപ്പമില്ല, കുറച്ചുകൂടെ പോട്ടെ. 7.5 വയസ്സായി. അപ്പോഴും തീരുമാനിച്ചു പോട്ടെ, കുറച്ചുകൂടെ പോട്ടെ. 10 വയസ്സായി. അപ്പോഴും തീരുമാനിച്ചു. കത്തി വയ്ക്കുവാൻ കർത്താവ് അനുവദിച്ചതേ ഇല്ല. ആമേൻ. സ്തോത്രം. നോക്കൂ, ഈ നീണ്ട വർഷങ്ങളുടെ ആശുപത്രി വാസം കൊണ്ട്, അല്ലെങ്കിൽ ആശുപത്രി കയറി ഇറങ്ങുന്ന അനുഭവം കൊണ്ട് ഞങ്ങൾക്ക് മനസ്സിലായത്, ഡോക്ടർമാരുടെ വായിൽ നിന്നും അല്ലാതെ ഈ രോഗത്തെ, ഈ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ച് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതൊരിക്കലും മാറ്റം ഉണ്ടാകത്തില്ല. കാരണം ഹോളാണെങ്കിൽ വളരുമ്പോൾ അടയാൻ സാധ്യതയുണ്ട്, പക്ഷേ ഞെരുക്കം വളരുമ്പോൾ അടയത്തില്ല, കൂടത്തേ ഉള്ളൂ. ആമേൻ. അതുകൊണ്ടാണ് ഇവർ 6 മാസത്തിലൊരിക്കൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ട് കൂടുന്നുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത ഓപ്ഷൻ സർജറി, സർജറി ചെയ്യണം. അവരിങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പലരും ഞങ്ങളെ വിളിക്കുമ്പോഴും ഞങ്ങളോട് ഇങ്ങോട്ട് വിശ്വാസത്തിൻ്റെ വാക്ക് പറയാറുണ്ട്, കർത്താവ് കത്തിവെക്കാൻ സമ്മതിക്കത്തില്ല. അപ്പം ഞാൻ പലരോട് പറഞ്ഞിട്ടുണ്ട്, സ്തോത്രം, ഒരു കുഴപ്പമില്ല, 14 വയസ്സൊക്കെ കഴിഞ്ഞാൽ സർജറി ഒന്നും ഒരു വിഷയമല്ല. കാരണം ഇന്നത്തെ അത്രമാത്രം ടെക്നോളജി വളർന്നിരിക്കുന്നു. 14 വയസ്സ് കഴിഞ്ഞാൽ സർജറി അത്ര എളുപ്പമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത്രമാത്രം 14 വർഷം കൊണ്ട് ഞങ്ങൾ ഡോക്ടർമാരിൽ നിന്ന് കേട്ട് അത് ഞങ്ങളുടെ ഉള്ളിലായി. ഞങ്ങൾ പോലും അറിയാതെ പറയുവാൻ തുടങ്ങി. എങ്കിലും പറയട്ടെ, ഞങ്ങളുടെ വിശ്വാസത്തിന് വേറെ ഒരു കുഴപ്പമില്ല. ആമേൻ. സ്തോത്രം. ആമേൻ. ഓരോ തവണ നിരാശയോടെ ഭവനത്തിലേക്ക് കടന്നു വരുമ്പോഴും സ്തോത്രം, എനിക്കറിയാം വിജിക്ക് സ്വാഭാവികമായിട്ട് സങ്കടം ഉണ്ടാവും. എനിക്ക് സങ്കടം ഉണ്ടാവുമെങ്കിൽ വിജിക്കും ഉണ്ടാവും. കാരണം ഞങ്ങൾ അപ്പനും അമ്മയാണല്ലോ. എന്നാലും കർത്താവ് മറുപടി തന്നില്ലല്ലോ. അപ്പം ഞാൻ വിജിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്രാവശ്യം കർത്താവ് സൗഖ്യമാകാത്ത, ചിലപ്പോൾ സൗഖ്യമായ നമ്മൾ ഇട്ടിട്ട് പോകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. ആമേൻ. പറഞ്ഞത് കള്ളമല്ല കേട്ടോ. ഞങ്ങൾ ശുശ്രൂഷയിലൊക്കെ ഇറങ്ങി കുറച്ചൊക്കെ ആയിരുന്ന സമയത്ത് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ വരുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ ഞങ്ങൾ വിചാരിക്കും മടക്കി കെട്ടി വെച്ചിട്ട് ഏതെങ്കിലും ഒരു കസേരയിൽ പേരുന്ന് കല്ലേലിയും ഗ്ലോറിയും പറഞ്ഞിരുന്നാൽ മതി. ആമേൻ. ഇട്ടിട്ട് പോകുവാൻ തക്കവണ്ണമുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇട്ടിട്ട് പോകാതിരിക്കുവാൻ വേണ്ടി ആ കർത്താവ് അവനെ സൗഖ്യമാക്കാത്തത്. ആമേൻ. സ്തോത്രം. എന്നാൽ കഴിഞ്ഞ ദിവസം എൻ്റെ കുഞ്ഞിങ്ങനെ ചോദിക്കുകയും അവനോട് ഒന്നും പറയുവാൻ കഴിയാതെ തിരികെ വരികയും ചെയ്തപ്പോൾ ഞാനിങ്ങനെ കാറിലിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഇതാ, കർത്താവേ, നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ, ഇനി എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ നിന്നെ വിട്ടിട്ട് എവിടെ പോകാനാണ്? ഞങ്ങൾക്ക് നീ അല്ലാതെ വേറെ ആരാ ഉള്ള കർത്താവേ? എന്നെ കേൾക്കുന്ന പ്രിയരെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ യേശു അല്ലാതെ ആരുമില്ല. ആമേൻ. സ്തോത്രം. ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും, ഈ ലോകത്തിലുണ്ടെന്ന് പറഞ്ഞാലും അത് യേശുവിനേക്കാൾ വലുതാണെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നുമില്ല. അങ്ങനെ ഒന്ന് ഞങ്ങൾ കണ്ടിട്ടുമില്ല, ഞങ്ങൾ അനുഭവിച്ചിട്ടുമില്ല. കാരണം അത് എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചതാ. ഞാൻ ഏറ്റവും അധികം എന്തിനെ സ്നേഹിക്കുന്നുവോ അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വേദനയ്ക്കും കണ്ണുനീരിനും കാരണമായി മാറുന്നത്. ഞാനൊരു സമയത്ത് ഈ ലോകത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയെ. ആമേൻ. സ്തോത്രം. എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിച്ച അത്ര എനിക്കറിയത്തില്ല ആരെങ്കിലും വേറൊരാളുടെ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടോ. അങ്ങനെ സ്നേഹിച്ചു കാണും, നിങ്ങളെല്ലാവരും മക്കളാണല്ലോ. ആമേൻ. പക്ഷെ ഞാൻ സ്നേഹിച്ചതുപോലെ ഞാൻ മാത്രമേ സ്നേഹിച്ചിട്ടുണ്ടായിരിക്കൂ. പക്ഷെ ആ അമ്മയാണ് ഇന്ന് രാവിലെ വരെയും എനിക്ക് ഏറ്റവും കൂടുതൽ മുറിപ്പാടുകൾ സമ്മാനിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ആരെ എന്തിനെ നമ്മെക്കാളുപരി സ്നേഹിക്കുമോ അതെപ്പോഴും നമുക്ക് വേദനയും നിരാശയും സമ്മാനിച്ചു കൊണ്ടിരിക്കും. എന്നാൽ എത്രത്തോളം സ്നേഹിക്കുമോ അത്രത്തോളം നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരേ ഒരുവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാ. നീ ഏറ്റവും
കർത്താവിനെ സ്നേഹിക്കുമെങ്കിൽ ഈ ലോകത്തിൽ മറ്റെന്തിനെക്കാളും നിനക്കവൻ തന്ന സമ്പത്തിനെക്കാളും, നിനക്കവൻ തന്ന നന്മകളെക്കാളും, നിനക്കവൻ തന്ന അനുഗ്രഹങ്ങളെക്കാളും, നിനക്കവൻ തന്ന സകലത്തെക്കാളും നീ യേശുവിനെ സ്നേഹിക്കുമെങ്കിൽ എൻ്റെ യേശു നിന്നെ ഒരു നാളും കൈവിടത്തില്ല. എൻ്റെ യേശു നിന്നെ ഒരു നാളും കൈവിടത്തില്ല. എൻ്റെ യേശു നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തില്ല. ഓ താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. 14 വർഷം ഒരേ വാക്കാ വിജി വിളിക്കുമ്പോഴേ എനിക്കറിയാം. ഇപ്പോഴൊക്കെ ലാസ്റ്റ് കുഴപ്പമില്ല, നമുക്ക് അടുത്ത 6 മാസമാണെന്ന് പറയാൻ പോയി. എന്നെ കേൾക്കുന്ന പ്രിയരെ, വചനം പറയുന്നു പ്രത്യാശയ്ക്കോ ഭംഗം വരത്തില്ല. സ്തോത്രം. ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞപ്പോൾ ഞാൻ അതിനോടൊത്ത് ദൈവം തന്ന ആലോചന പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നു എന്ന് കരുതുന്നു. ആബ്രഹാമും ഈസഹാക്കും മല കയറുമ്പോൾ അവർക്ക് മലയുടെ ഉയരവും മുകളിൽ നടക്കാൻ പോകുന്ന കഷ്ടതയും അറിയത്തുള്ളൂ. ബൈബിൾ വായിക്കുന്ന നമുക്കറിയാം, മലയുടെ അപ്പുറത്തുകൂടെ ഈസഹാക്കിൻ്റെ സ്വർഗീയ പിതാവ് ഒരു ആടിനെയും കൊണ്ട് കയറുകയായിരുന്നു. ആമേൻ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ഈസഹാക്ക് എന്ന ആബ്രഹാമിൻ്റെ വാഗ്ദത്ത തലമുറ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി ഒരിക്കൽ കൂടി ആവർത്തിച്ച് ഇന്ന് പകലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്റെ വാഗ്ദത്തം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ, നിന്റെ ഭർത്താവ്, നിന്റെ കുടുംബം, നിന്റെ തലമുറകൾ, നിന്റെ നന്മ, നിന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ ആ കരുതലുമായി മല കയറുന്ന ഒരു ദൈവമുണ്ട്. ഈ മല കയറ്റത്തിൽ നീ ഒറ്റയ്ക്കല്ല. ഹല്ലേലൂയ. ഞങ്ങളുടെ ബുദ്ധിയൊക്കെ വളർന്നു. ആമേൻ. സ്തോത്രം. ഡോക്ടർ പറയുന്നതുമായിട്ട് ഞങ്ങൾ താതാത്മ്യം പ്രാപിച്ചു. ആമേൻ. സ്തോത്രം. ലാസ്റ്റ് 10 വയസ്സൊക്കെ ആയ സമയം തൊട്ട് തന്നെ സ്തോത്രം നല്ല ഹോസ്പിറ്റലുകൾ, ട്രീറ്റ്മെൻറ്റിൻ്റെ ചിലവ്, ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് ഞാനും ചിന്തിക്കുവാൻ തുടങ്ങി. ഞാനും മനുഷ്യനാണല്ലോ. എന്നാൽ സ്തോത്രം 14ാമത്തെ വർഷം ആ ഡോക്ടർ ആദ്യമായി മാറ്റി പറഞ്ഞു, ഇംപ്രൂവ്മെന്റ് ഉണ്ട്. സ്തോത്രം. മാറ്റമുണ്ട്. നീ വിശ്വാസത്തോടെ ഉറച്ചു നിൽക്കുമെങ്കിൽ മാറ്റം വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര തവണ മാറില്ല എന്ന് ലോകം പറഞ്ഞാലും മാറ്റമില്ല എന്ന് നീ നിന്നോട് തന്നെ വിളിച്ചു പറഞ്ഞാലും മാറ്റുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഇന്ന് പകലും നിനക്കൊപ്പമുണ്ട്. നീ കാത്തിരിക്കുമെങ്കിൽ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നീ കാത്തിരിക്കുന്ന ആ വാക്ക് നിന്റെ ചെവി കൊണ്ട് നീ കേൾക്കും. നീ കാത്തിരിക്കുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. നീ പറയുവാൻ ആഗ്രഹിക്കുന്നത് നിന്റെ നാവ് കൊണ്ട് എൻ്റെ ദൈവം ഉച്ചത്തിൽ വിളിച്ചു പറയിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. സാഹചര്യം മുഴുവനും പ്രതികൂലമായിരിക്കാം, ലോകവും മനുഷ്യരും ഒക്കെയും പ്രതികൂലമായിരിക്കാം. പക്ഷെ കേൾക്കണമേ, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ നിങ്ങൾക്ക് വേണ്ടത് കരുതുന്നത് സാഹചര്യമല്ല, നിങ്ങളുടെ ദേശമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവരല്ല, നിങ്ങളുടെ ചാർച്ചക്കാരല്ല, നിങ്ങളുടെ പാസ്റ്ററല്ല, സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് വചനം പറയുന്നു, അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 28-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, അവിടെ സഹോദരന്മാരെ കണ്ടു തങ്ങളോടുകൂടെ 7 നാൾ താമസിക്കണം എന്നവർ അപേക്ഷിച്ചു. പിന്നെ ഞങ്ങൾ റോമിൽ എത്തി. പൗലോസ് ആയിരുന്ന സാഹചര്യമല്ല പൗലോസിനെ റോമിൽ എത്തിച്ചത്. താൻ കെട്ടപ്പെട്ടവനായിരുന്നു, താൻ തറയിൽ കൂടെ ഇഴയ്ക്കപ്പെട്ടവനായിരുന്നു, താൻ അടിക്കപ്പെട്ടവനായിരുന്നു, താൻ തകർക്കപ്പെട്ടവനായിരുന്നു, മരിച്ചു എന്ന് പറഞ്ഞ് എറിയുവാൻ നിന്നവർ ഇട്ടിട്ട് പോയവനായിരുന്നു, 3-ാം സ്വർഗത്തോളം ആത്മാവ് കയറിപ്പോയവനായിരുന്നു. അതൊന്നുമല്ല, സർവശക്തനായ ദൈവം സ്തോത്രം പൗലോസിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ അനുവദിച്ചില്ല എങ്കിൽ ഇന്ന് പകലും എന്നെ കേൾക്കുന്ന സഭയെ നിങ്ങളെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, അതെ എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളത് കാണുവാൻ പോകുക. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ലോകം അതെത്ര അസാധ്യമെന്ന് പറഞ്ഞാലും, ഇനി നടക്കത്തില്ല എന്ന് പറഞ്ഞാലും, നീ കാണത്തില്ല എന്ന് പറഞ്ഞാലും, നിന്റെ കണ്ണുകൊണ്ട് നീ അത് കാണും. നിന്റെ കണ്ണുകൊണ്ട് നീ ആ നന്മ കാണും. നിന്റെ കൈ കൊണ്ട് നീ ആ നന്മ വാങ്ങും. ആ രാജ്യത്തിൽ ആ തൊഴിൽ ചെയ്ത് നീ അവിടെ തന്നെ ജീവിക്കും. നീ എൻ്റെ കർത്താവിന്റെ നാമത്തെ ഉയർത്തും. ആ നാട് നീ കാണും. ആ അനുഗ്രഹം നീ അനുഭവിക്കും. ആ നന്മ നിന്റെ തലമുറകൾ അനുഭവിക്കും. ആ നന്മയ്ക്കൊപ്പം നീ ചേർന്ന് നിൽക്കും. നീ കർത്താവിന് വേണ്ടി യേശുവിൻ നാമത്തിൽ. ലോകം പറയുന്നുണ്ട് നീ പ്രയോജനപ്പെടത്തില്ല, ലോകം പറയുന്നുണ്ട് നിന്നെ കൊണ്ട് പറ്റത്തില്ല, ലോകം പറയുന്നുണ്ട് നിനക്കൊന്നിനും കഴിയത്തില്ല. എന്നാൽ കേൾക്ക്, ലോകമല്ല നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ കാരണം അതിനുവേണ്ടി കരുതുന്ന ഒരു ദൈവം നിന്നെ നിർത്തേണ്ട സ്ഥാനങ്ങളിൽ നിർത്തുവാൻ,
നിർത്തുവാൻ. അതേ, ചില പൊട്ടക്കാട്ടിലല്ല, ഓ സ്തോത്രം, ആള് പേരുമില്ലാത്ത സ്ഥലത്തല്ല, 4 പേരുള്ള ഇടത്ത്, അറിയുന്ന സ്ഥാനത്ത് നിന്നെ നിർത്തുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം ഈ പകലും വിളിച്ചു പറയട്ടെ, ചില സ്ഥാനങ്ങളിൽ അവൻ നിന്നെ നിർത്തും. ചിലത് നിന്റെ കണ്ടുകൊണ്ട് കാണും. നീ ചില സ്ഥാനങ്ങളിൽ എത്തും. ഓ താങ്ക് യു ലോർഡ്. ദീർഘനാളുകളായി യാത്ര തുടങ്ങിയ ആ യാത്രയ്ക്ക് എന്റെ ദൈവം വിരാമം വരുത്തുവാൻ. ഓ സ്തോത്രം. കണ്ണുനീരോടെയുള്ള, നിരാശയോടെയുള്ള, വേദനയോടെയുള്ള നിന്റെ യാത്രയ്ക്ക് എന്റെ ദൈവം വിരാമം വരുത്തുവാൻ പോകുക. ചില സ്ഥാനങ്ങളിൽ എന്റെ ദൈവം നിന്നെ കൊണ്ടു ചെന്ന്, ഓ ചില സ്ഥാനങ്ങളിൽ എൻ്റെ ദൈവം നിന്നെ എത്തിക്കും. ചില ഇടങ്ങളിൽ എൻ്റെ ദൈവം നിന്നെ എത്തിക്കും. നിന്റെ പ്രത്യാശ നീ അത് കാണും. ആമേൻ. നീ പ്രത്യാശിക്കുന്നത് നിന്റെ ഭാവിയിൽ ഉണ്ടാകണമെന്ന് നീ കരുതുന്നത് നീ അത് കാണും. നീ അത് കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഒരിക്കൽ കൂടി പറയട്ടെ, പ്രത്യാശയിലേക്കുള്ള വഴി പ്രസംഗിക്കുന്നത് പോലെ എളുപ്പമല്ല. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പ്രസംഗിക്കുവാൻ എളുപ്പമാണ്, പക്ഷേ പ്രത്യാശയിലേക്കുള്ള വഴി കർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ കല്ലും മുള്ളും നിറഞ്ഞതാണ്. 28-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആ ശുഭ ഭാവി കണ്ടു, അല്ലെങ്കിൽ താൻ പ്രത്യാശിച്ചത് കണ്ടു. താൻ പ്രത്യാശിച്ച സ്ഥാനത്ത് താൻ കാൽ വച്ചു. സ്തോത്രം. അതിനു മുമ്പ് അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 27-ാം അധ്യായം 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആ കാൽ വെപ്പിന് തടസ്സമായി വിരോധമായി നിൽക്കുന്ന ഈശാനമൂലനെ കാണുവാനായിട്ട് കഴിയും. ആമേൻ. പ്രത്യാശ മുൻപിലുണ്ടെങ്കിൽ വിരോധമായി നിൽക്കുന്ന ഒരു ശത്രുവുണ്ട്. വിരോധമായി നിൽക്കുന്ന ശത്രുവിനെ കാണുമ്പോൾ നീ തിരിച്ചറിയുക, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാനുള്ളത് ദൈവം കരുതിയിട്ടുണ്ട്. നീ പ്രത്യാശിച്ചത് കാണുവാൻ പോകുക. ചില കാറ്റ് ഉയർന്നു പൊങ്ങുമ്പോൾ, കൊടുങ്കാറ്റിന്റെ അനുഭവങ്ങൾ ആഞ്ഞു വീശുമ്പോൾ തകർന്നു പോകും. ഇനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല, സകലതും നഷ്ടപ്പെട്ടു, സകലതും തീർന്നു എന്ന് നീ ചിന്തിച്ച് വിലവിളിക്കുമ്പോൾ തിരിച്ചറിയ, നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ വേണ്ടത് എന്റെ ദൈവം ഒരുക്കി കഴിഞ്ഞു. നീ അത് കാണുവാൻ പോകുന്നു. ഓ താങ്ക് യു ലോർഡ്. നീ പ്രതീക്ഷിച്ച, നീ കാത്തിരുന്നത് അതേ നിന്റെ കുടുംബത്തിനകത്ത് നീ കാണുവാൻ പോകുന്നു. നിന്റെ തൊഴിലിടത്തിൽ നീ കാണുവാൻ പോകുന്നു. നിന്റെ ബിസിനസ്സിൽ നീ കാണുവാൻ പോകുന്നു. നിന്റെ ആത്മീയ ജീവിതത്തിൽ നീ കാണുവാൻ പോകുന്നു. എവിടെ എന്താണോ നീ പ്രതീക്ഷിച്ചത് അത് നീ കാണുവാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. വിരോധമായി നിൽക്കുന്നതിന് മുമ്പിൽ നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. ആമേൻ. 28-ാമത്തെ അധ്യായം എഴുതാതെ വിടുവാൻ എൻ്റെ ദൈവത്തിന് ഇഷ്ടമില്ല. 27 ഉണ്ടെങ്കിൽ 28-ാമത്തെ അധ്യായമുണ്ട്. ആമേൻ. 27-ൽ ഈശാനമൂലനുണ്ടെങ്കിൽ 28-ൽ സകലത്തെയും തകർത്ത് കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്ന പൗലോസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. ഓ റിധാര ശഖരധരെ ശന്ധാരകൻ യേശുവിൻ നാമത്തിൽ. കടലിലെ കഷ്ടതയിൽ അധ്യായം തീരത്തില്ല. കടലിലെ കഷ്ടതയിൽ നിങ്ങളുടെ ജീവിതം തീരത്തില്ല. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയിൽ, ഇന്ന് കടന്നു പോകുന്ന പ്രതിസന്ധിയിൽ നിങ്ങളുടെ ജീവിതം തീരത്തില്ല. അതിനപ്പുറം നിങ്ങൾ പ്രാപിക്കുന്ന നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത മനോഹരമായ ഒരു അധ്യായം, ഓ സ്തുതിയുടെ ഒരു അധ്യായം, പുതിയ പാട്ടിന്റെ ഒരു അധ്യായം, യേശുവിൻ നാമത്തിൽ സ്തുതിയുടെ അധ്യായം, സ്തോത്രത്തിന്റെ അധ്യായം, യേശുവിൻ നാമത്തിൽ. നീ കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്ന, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, നീ കർത്താവിന്റെ നാമത്തിൽ അറിയപ്പെടുന്ന ഒരു അധ്യായം എഴുതി ചേർക്കാതെ പേന താഴെ വയ്ക്കുവാൻ ലൂക്കോസിനെ അനുവദിക്കാത്ത ദൈവം നിന്നെ കുറിച്ച്, ഓ സ്തോത്രം, നിന്റെ കഷ്ടതയെ കുറിച്ച് വർണ്ണിച്ചു പറഞ്ഞവർ, നീ അനുഭവിക്കുന്ന വേദനയെ കുറിച്ച് വർണ്ണിച്ചു പറഞ്ഞവർ, നീ കടന്നു പോകുന്ന നിരാശയെ കുറിച്ച് പറഞ്ഞവർ, നിന്നെ കുറിച്ച് സ്തുതിക്കുവാനും സ്തോത്രത്തിനുമുള്ളത് പറയാതെ അവരുടെ വായടയ്ക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പൗലോസ്, സ്തോത്രം. ആമേൻ. പൗലോസ് തന്റെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടങ്ങൾ ദീർഘനാളുകൾക്ക് ശേഷം ലൂക്കോസ് എഴുതുമ്പോൾ, ആമേൻ, ലൂക്കോസ് ഒരുപക്ഷെ ഈ കഷ്ടതയെക്കുറിച്ച്, കഷ്ടതയുടെ തീക്ഷ്ണതയൊക്കെ അറിഞ്ഞപ്പോൾ പല ഒരു പേന താഴെ വെച്ച് കാണും. മതി മതി മതി, ഇനി കൂടുതൽ വേണ്ട, ഇനി കൂടുതൽ പറയണ്ട. ഈ മനുഷ്യൻ ഇത്രമാത്രം കഷ്ടത അനുഭവിച്ചല്ലോ. എല്ലാം ഉണ്ടായിരുന്ന മനുഷ്യൻ, എല്ലാം വിട്ടിട്ട് ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിയ മനുഷ്യൻ, ഇവൻ എന്തോരം കഷ്ടത അനുഭവിച്ചു. ഇനി എനിക്ക് ലൂക്കോസ്, സ്തോത്രം, പൗലോസിന്റെ കഷ്ടതയെക്കുറിച്ച് എഴുതാൻ വയ്യ, ഇനി എനിക്ക് എഴുതാൻ വയ്യ. ഒരുപക്ഷെ ലൂക്കോസ് അങ്ങനെ പേന താഴെ വെച്ചുവെങ്കിൽ തട്ടി ഉണർത്തിയിട്ട് ദൈവം പറഞ്ഞു കാണും, ലൂക്കോസ് ഒന്നും തീർന്നിട്ടില്ല, നീ പേന കയ്യിലെടുത്തോ. ഞാൻ അവന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ വേണ്ടി ചെയ്തത് ഇനി നീ എഴുതുവാൻ പോകുന്നതേ ഉള്ളൂ. പുതിയ അധ്യായം ഒന്ന് എഴുതുവാനുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്, എന്നെ കേൾക്കുന്ന സഭയെ, നിങ്ങളായിരിക്കുന്നിടത്ത് പുതിയ അധ്യായമൊന്ന്. ഓ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ.
സ്തോത്രം. ആ കപ്പലിനെ വരെ തകർത്ത് കളയുമാറാക്കിയ 27-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കുക. എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എന്നെക്കാലത് സുപരിചിതമായിരിക്കും. സകലതയും നഷ്ടപ്പെടുത്തിയ, നിരാശയും കണ്ണുനീരും ഉണ്ടാക്കിയ ഈശാനമൂലൻ. ആ ഈശാനമൂലന്റെ അനുഭവത്തിലും അപ്പോസ്തലനായ പൗലോസിനെയും അത് ആത്മാവിൽ കണ്ട എന്നെയും സന്തോഷിപ്പിച്ച 2 കാര്യങ്ങൾ അതിനകത്തുണ്ട്, അവിടെയുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞ് മുൻപോട്ട് പോകുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നോക്കൂ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസിന്റെ അടുക്കൽ ദൂതനെ അയച്ചിട്ട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. പൗലോസേ, ഭയപ്പെടരുത്, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്തവരെയൊക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. ആമേൻ. സ്തോത്രം. പൗലോസിനോടുകൂടെ യാത്ര ചെയ്തവരാരാണ്? പൗലോസിനോട് യാത്ര ചെയ്തതിൽ സ്തോത്രം ഏറിയ പങ്കും അധികാരികളാണ്. പൗലോസിനെ തടവുകാരനായി കൊണ്ടുപോവുകയാണ്. അധികാരമുള്ളവരാണ്. തടവുകാരുണ്ട് ചുരുക്കം പേർ. അധികാരമുള്ളവരാണ്. കപ്പലിലെ ആൾക്കാരാണ്. കപ്പലിനെ നിയന്ത്രിക്കുവാൻ, തീരുമാനമെടുക്കുവാൻ യോഗ്യരായ ആൾക്കാരാണ്. ആമേൻ. അങ്ങനെ തന്നെക്കാൾ ഉയർന്ന, തന്നെ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടത്തിന് മധ്യത്തിലാണ് അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. തന്നെ നിയന്ത്രിക്കുന്നവരുടെ മധ്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ആയിരിക്കുന്നു. പലരും ഇപ്പോഴും ഉള്ളിനകത്ത് സങ്കടത്തോടെ ചിന്തിക്കുന്നുണ്ട്, എല്ലാവരും കൂടെ എന്നെ നിയന്ത്രിക്കുകയാണല്ലോ. ആമേൻ. സ്തോത്രം. സ്തോത്രം. ഞാൻ പറയുന്ന വാക്കുകൾക്ക് വിലയില്ല, ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യം അതുപോലെ നടക്കുന്നില്ല, എൻ്റെ ജീവിതത്തിനകത്ത് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നില്ല. ആമേൻ. അങ്ങനെ ആരെങ്കിലും ആയിരിക്കുന്നുവെങ്കിൽ ആ കപ്പലിൻ്റെ മുകൾ തട്ടിലല്ല, അടിത്തട്ടിൽ മുട്ടുമടക്കുവാൻ ഒരു സ്ഥലമുണ്ട്. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്ക്. ദൈവം തൻ്റെ ദൂതനെ അയച്ചു നിന്നോട് ചിലത് സംസാരിക്കും. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ദൈവം ദൂതനെ അയച്ചിട്ട് പറയുക, ആമേൻ, ഇതുവരെ ഇവർ നിന്നെ നിയന്ത്രിച്ചു, ഇനി നീ ഇവരെ നിയന്ത്രിക്കുവാൻ പോകുക. മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്ന, കഷ്ടതയുടെ മധ്യത്തിൽ മടുത്തു പോകാതെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന നിന്നെ നോക്കി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നിന്നെ നിയന്ത്രിക്കുന്ന വ്യക്തികളെ, നിന്നെ നിയന്ത്രിക്കുന്ന സാഹചര്യങ്ങളെ, നിന്നെ നിയന്ത്രിക്കുന്ന പിശാചിനെ, നിന്നെ നിയന്ത്രിക്കുന്ന രോഗത്തെ, നിന്നെ നിയന്ത്രിക്കുന്ന കടത്തെ, നിന്നെ നിയന്ത്രിക്കുന്ന ബാധയെ, നിന്നെ നിയന്ത്രിക്കുന്ന മന്ത്രവാദിയെ, നിന്നെ നിയന്ത്രിക്കുന്ന ക്ഷുദ്ര പ്രയോഗത്തെ, നിന്നെ നിയന്ത്രിക്കുന്ന വിളിശാപത്തെ നീ നിയന്ത്രിക്കുവാൻ, യേശുവിൻ നാമത്തിൽ ഇനി അവർ നിന്റെ അല്ല, നീ അവരെ നിയന്ത്രിക്കും. ഓ റിധാര ശഖ റദരെ ശന്ധാരകൻ, യേശുവിൻ നാമത്തിൽ നിനക്കൊപ്പമുള്ളവരെ നീ നിയന്ത്രിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദൈവം നിന്റെ മേൽ അധികാരത്തെ. ഓ ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അതുവരെ ഈശാനമൂലൻ ആഞ്ഞു വീശുന്നത് വരെ പൗലോസ് ആരുടെ കസ്റ്റഡിയിലാ? കപ്പലിലുള്ള ഉദ്യോഗസ്ഥരുടെ കസ്റ്റഡിയിലാ. പക്ഷെ ഈശാനമൂലൻ ആഞ്ഞു വീശി കഴിഞ്ഞപ്പോ കസ്റ്റഡി മാറി. പത്രോസിന്റെ കസ്റ്റഡിയിലായി കപ്പലിലുള്ള എല്ലാവരും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇനി നീ ആരുടെയും കസ്റ്റഡിയിലല്ല, നിന്റെ കസ്റ്റഡിയിലാ. നീ ഇനി പിശാചിന്റെ കസ്റ്റഡിയിലല്ല, നീ ഇനി ദേശത്തിലെ വ്യാപാരങ്ങളുടെ കസ്റ്റഡിയിലല്ല, നീ ഇനി ശത്രുവിന്റെ കസ്റ്റഡിയിലല്ല, അവർ നിന്റെ കസ്റ്റഡിയിലാ. ആമേൻ. സ്തോത്രം. അവരെ, ആ ശത്രുവിനെ, കഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, നിരാശയും വെല്ലുവിളിയും സമ്മാനിക്കുന്ന ആ ശത്രുവിനെ എൻ്റെ ദൈവം നിന്റെ കസ്റ്റഡിയിലാക്കി തരും. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. നോക്കൂ, സ്തോത്രം. തീർന്നില്ല. രണ്ടാമത്തെ കാര്യം 28-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയും. അവർ മെലീത്ത എന്നൊരു കരയിൽ എത്തി. നിങ്ങൾ ഒരു നിമിഷം ശ്രദ്ധിക്കണമേ. അപ്പോസ്തലനായ പൗലോസിന്റെ പ്രത്യാശ മെലീത്ത അല്ല. സ്തോത്രം. കപ്പലിലുള്ള ആരുടെയും ആവശ്യം മെലീത്ത അല്ല. പക്ഷേ ഭക്തൻ തകർന്നു പോകാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു കര ഒരുക്കി. അതാണ് മെലീത്ത. നീ തകർന്നു പോകാതിരിക്കുവാനുള്ള ഒരു കരുതൽ എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ, നീ പകുതി വഴിയിൽ തകർന്നു പോകാതിരിക്കുവാൻ, നീ നശിച്ചു പോകാതിരിക്കുവാൻ, നീ തീർന്നു പോയെന്ന് ലോകം പറഞ്ഞ് ചിരിക്കാതിരിക്കുവാൻ വേണ്ടി ഒരു കര എൻ്റെ ദൈവം, ഓ ത്യാഗിലോട് യേശുവിൻ നാമത്തിൽ, മെലീത്ത എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിനക്കൊരു കര എൻ്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. നിനക്ക് കാൽ വയ്ക്കുവാൻ, നീ തളർന്നു പോകാതെ, നീ വീണു പോകാതെ നിൽക്കുവാൻ എൻ്റെ ദൈവം നിനക്കൊരു കര ഒരുക്കിയിട്ടുണ്ട്. താങ്ക് ലോർഡ്. യേശുവിൻ നാമത്തിൽ. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നീ മുങ്ങിപ്പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. കാരണം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. ആമേൻ. നീ മുങ്ങിപ്പോയാൽ, നീ ഇന്ന് തകർന്നു പോയാൽ, നീ ഇന്ന് നശിച്ചു പോയാൽ, എന്നെ കേൾക്കുന്ന പ്രിയരെ, നീ ഇന്ന് കണ്ണടച്ചു പോയാൽ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരും. നോ നോ നോ, എൻ്റെ ദൈവം അതിന് അനുവദിക്കത്തില്ല. കാരണം നിന്റെ പ്രത്യാശയുടെ അടിസ്ഥാനം സർവശക്തനായ ദൈവമായതുകൊണ്ട് അതിന് ഭംഗം വരുവാൻ അവൻ അനുവദിക്കത്തില്ല. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ആ നല്ല ജോലി എന്ന പ്രത്യാശയ്ക്ക്, നല്ല വരുമാനം എന്ന പ്രത്യാശയ്ക്ക്, 4 പേരുടെ മുമ്പിൽ അന്തസ്സോടെ നിൽക്കുന്ന കുടുംബം എന്ന പ്രത്യാശ
പ്രത്യാശയ്ക്ക്, നല്ലൊരു ജീവിതം എന്ന നല്ലൊരു ജീവിതം എന്ന പ്രത്യാശയ്ക്ക്, മക്കളുടെ നല്ല ഭാവി എന്ന പ്രത്യാശയ്ക്ക്, യേശുവിൻ നാമത്തിൽ ആമേൻ സ്തോത്രം. പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ ദൈവം മെലീത്ത ഒരുക്കി. ആമേൻ. അവിടെ പാമ്പുണ്ട്, ചപ്പുണ്ട്, ചവറുണ്ട്, അതൊക്കെ വേറെ വിഷയം. പക്ഷേ നീ ഒരിടത്തും വീണു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. വിരോധമായി നിൽക്കുന്നത് ഈശാനമൂലനാണെങ്കിലും ആമേൻ സ്തോത്രം, മെലീത്തയിലെ അണലിയാണെങ്കിലും തകർക്കേണ്ടതിനെ തകർത്ത് ദൈവം നിന്നെ നിർത്തേണ്ടടുത്ത് എത്തിക്കും. ആമേൻ സ്തോത്രം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നോക്കൂ, രണ്ടാമതായി നമ്മൾ പറഞ്ഞ വ്യക്തി ഇരമ്യാവാണ്. ആമേൻ സ്തോത്രം. ഇരമ്യാവാണ് ഭാവിയെ കുറിച്ചുള്ള പ്രത്യാശയിലേക്ക് നമ്മെ കരം പിടിച്ചു നടത്തിയത്. ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇരമ്യാവിന്റെ പുസ്തകം 32-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ദൈവം ഇരമ്യാവിനോട് പറയുന്നു, നീ ഒരു നിലം മേടിക്കുക. അപ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊരു സംശയമുണ്ടായി, ആമേൻ, നിലം മേടിക്കുന്നതൊക്കെ വലിയ കാര്യമാണോ? ആമേൻ, അതത്ര വലിയ സംഭവമാണോ? പക്ഷേ നിലം മേടിക്കുവാൻ പറയുന്ന സമയത്ത് സ്തോത്രം ഇരമ്യാവായിരിക്കുന്നത് ഒരു വലിയ സംഭവപ്പെട്ട അവസ്ഥയിലാണ്. നോക്കൂ, 32:2 പറയുന്നു, അന്ന് ബാബേൽ രാജാവിൻ്റെ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചിരുന്നു. ഇരമ്യ പ്രവാചകനോ യഹൂദ രാജാവിൻ്റെ അരമനയുടെ കാവൽപുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരുന്നു. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ബാബേൽ സൈന്യം യെരൂശലേമിനെ നിരോധിച്ചിരിക്കുന്നു. അർത്ഥം, കുറച്ച് കഴിഞ്ഞാൽ ഈ യെരൂശലേമിനകത്തുള്ളതിനെല്ലാം തല്ലിക്കൊന്നിട്ട്, ആമേൻ, അല്ലെങ്കിൽ യെരൂശലേമിലുള്ളതിനെല്ലാം എടുത്തോണ്ട് ആര് പോകും? ബാബേൽ രാജാവ് പോകും. ആമേൻ സ്തോത്രം. ഇപ്പം ഇവിടെ എനിക്കൊരു 1 ഏക്കർ പറമ്പും ഒരു വലിയ വീടുമുണ്ട്. ആമേൻ. ഇനി എങ്ങാനും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല, നമ്മുടെ രാജ്യം സ്ട്രോങ്. ചൈന വന്ന് നമ്മുടെ രാജ്യത്തെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. നമ്മുടെ 1 ഏക്കറിൻ്റെ പ്രമാണം കൊണ്ട് ചൈനയുടെ ഷിങ്ഹാഹൂയുടെ അടുത്ത് പോയിട്ട് നമ്മൾ ചോദിച്ചാൽ അങ്ങനെ അത് തരുമോ? എനിക്കിവിടെ വസ്തു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ പറയും, പോടാ, നിന്നെ കൂടെ കൊന്നുകളയുണ്ടെങ്കിൽ നീ ഓടിക്കോ. ആമേൻ സ്തോത്രം. കാരണം നമ്മുടെ രാജ്യത്തായിരിക്കുമ്പോഴാണ് ഇതിനൊക്കെ വിലയുള്ളത്. ആമേൻ. നമ്മുടെ രാജ്യത്തൊന്ന് പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഇവിടെ ആയിരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ സാധനങ്ങൾക്കൊക്കെ വിലയുള്ളത്. വീട്ടിന് വിലയുണ്ട്, വസ്തുവിന് വിലയുണ്ട്, ഭാര്യയ്ക്ക് വിലയുണ്ട്, മക്കൾക്ക് വിലയുണ്ട്, നാട്ടുകാർക്ക് വിലയുണ്ട്, വീട്ടുകാർക്ക് വിലയുണ്ട്. പക്ഷെ മറ്റൊരു ലോകത്ത് എത്തിക്കഴിഞ്ഞാൽ ഇതിനൊന്നിനും വിലയില്ല. ആമേൻ. തിരിച്ചറിയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത്. അവിടെ പോയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല, എനിക്കവിടെ സ്തോത്രം 1 ഏക്കർ സ്ഥലമുണ്ട്, എനിക്കവിടെ വീടുണ്ട്, എനിക്കവിടെ ഇന്ന കാര്യങ്ങളുണ്ട്. ഇതൊന്നും പറഞ്ഞാൽ കർത്താവ് പറയും, എടാ അതൊക്കെ പോയെന്നേ, ആ രാജ്യമൊക്കെ പോയി, ഇത് പുതിയ രാജ്യമാണ്, ഇവിടെ പുതിയ നിയമമാ, ഇവിടെ ഭവനം മാത്രമേ ഉള്ളൂ. നീ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ മനോഹരമായ ഭവനം കാണും. നിന്റെ പാസ്ബുക്ക് കാണിക്കും, നീ എത്രത്തോളം നിക്ഷേപിച്ചിട്ടുണ്ടോ അതിനൊത്തവണ്ണമുള്ളത് ഞാൻ നിനക്ക് തരും. ആമേൻ സ്തോത്രം. അതിനൊത്തവണ്ണമുള്ള മനോഹരമായ ഭവനം തരും. ആമേൻ. അപ്പോൾ ശത്രുവിനാൽ ഞെരുങ്ങിക്കൊണ്ടിരിക്കുന്ന, ഏത് നിമിഷത്തും എല്ലാം നഷ്ടപ്പെട്ടു പോകാമെന്ന് നിൽക്കുന്ന ഒരു രാജ്യം. ഇന്നത്തെ സെറ്റപ്പായിട്ട് ചിന്തിക്കരുത്, പണ്ടാണ് കേട്ടോ. അവിടെ യുദ്ധം വന്നാൽ മറ്റാരെങ്കിലും കയറി ഇടപെടത്തൊന്നുമില്ല, പോയത് തന്നെ. ആമേൻ. അതാണ് പ്രവാസത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ ഈ ഒരു സൈഡിൽ യുദ്ധം, ഇനി അടുത്താണെങ്കിൽ ഈ ഇരമ്യാവ് എവിടെ ആയിരിക്കുക? ഇരമ്യാവ് തടവിലായിരിക്കുക. എവിടെയാ? ഒരു സൈഡിൽ യുദ്ധമുണ്ട്, ഒരു സൈഡിൽ തടവിൽ. രാജാവ് യുദ്ധത്തിന് പോയിട്ട് വരുന്നു, യുദ്ധത്തിന് പോയിട്ട് വന്ന് രാജാവ് ജീവനോടെ വന്ന് ഇവനെ കറി വയ്ക്കും. ആ രീതിയിലാണ് കൽപ്പന കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിലായിരിക്കുന്ന ഘട്ടം. ഒന്ന്, രാജ്യം തന്നെ പോയി. രണ്ടാമത്തേത്, കാരാഗ്രഹത്തിലുമായിരിക്കുന്നു. ആ അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവം പറയുക, നീ ഒരു കാര്യം ചെയ്യും, കുറച്ച് നിലം വാരി. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ സ്തോത്രം. ഇരമ്യാവിൻ്റെ പ്രത്യാശ. നമ്മളാണെങ്കിൽ പറഞ്ഞാൽ, കർത്താവേ, നീ ഒരുമാതിരി ഈ കടന്ന് കഷ്ടപ്പെട്ട് നരകിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് ഈ ഉള്ള തർക്കങ്ങൾ കൈക്കൂലി കൊടുത്ത് പുറത്തു വരാൻ നോക്കുമ്പോൾ നിലം വാങ്ങാൻ പറയുന്നു എന്ന് ചോദിക്കും. എന്നാൽ ഇരമ്യാവിനോട് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരമ്യാവിൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ ദൈവം അനുവദിക്കത്തേയില്ല. ശുഭഭാവിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവത്തെ ഇരമ്യാവിന് അറിയാമെന്നുള്ളത് കൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് ഇരമ്യാവ് കേൾക്കുക. 32:15 ഇനിയും വീടുകളും നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും വാങ്ങും. യേശുവിൻ നാമത്തിൽ ഈ പകലിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ വിളിച്ചു പറയട്ടെ, നീ ഇനിയും വസ്തു വാങ്ങും, ഇനിയും വീട് വാങ്ങും, ഇനിയും വാഹനം വാങ്ങും, ഇനിയും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുണ്ടാക്കും, ഇനിയും നല്ല നിന്റെ ജീവിതത്തിൽ സംഭവിക്കും. ആയിരിക്കുന്ന അവസ്ഥ കണ്ട്, കടത്തിന്റെ കാരാഗ്രഹത്തിനകത്തായിരിക്കുന്ന അവസ്ഥ കണ്ട് നീ ഭാരപ്പെടേണ്ട. ഇല്ലായ്മയുടെ വറുതിയുടെ മരുഭൂമിയിൽ നീ കരയുന്ന അവസ്ഥ കണ്ട് ഭാരപ്പെടേണ്ട. ഒന്നുമില്ലാത്തവനെന്ന് ശത്രു ചുറ്റും നിന്ന് ഞെരുക്കി ആർക്കുന്ന സകല
സകലത്തെയും കവർന്നെടുക്കുവാൻ ഉള്ള സന്തോഷത്തെ പോലും കവർന്നെടുത്തു കൊണ്ടുപോകുവാൻ ശത്രു വെല്ലുവിളിക്കുന്ന അവസ്ഥയിൽ നീ ഭാരപ്പെടേണ്ട. കേൾക്ക്, ഇതേ അവസ്ഥയുടെ മധ്യത്തിലും നീ ഇനിയും പുഷ്ടിപ്പെടും, നീ ഇനിയും വിശാലപ്പെടും, നീ ഇനിയും വസ്തു വാങ്ങും. യേശുവിൻ നാമത്തിൽ ആ അഡ്വാൻസ് കൊടുത്തത് വെറുതെ ആയി പോകുവാൻ സഹോദരി എന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ തുടങ്ങിയ ഭവനത്തിന്റെ പണി പകുതി വഴിയിൽ സ്തോത്രം നഷ്ടപ്പെട്ടു പോകുവാൻ, നിർത്തിപ്പോകുവാൻ, അത് ജപ്തിയായി പോകുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഇനിയും വാങ്ങും. സ്തോത്രം, ഇനിയും വാങ്ങും. ആമേൻ, ഇനിയും വാങ്ങും. കാരണം നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാത്ത വിധം കരുതുന്ന ഒരു ദൈവമുണ്ട്. താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. നോക്കൂ, ആ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ ആ ദൈവിക കരുതൽ 33-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പിന്നെയും നമുക്ക് കാണുവാൻ കഴിയും. എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായ അഗോചരമായ കാര്യങ്ങളെ നിന്നെ അറിയിക്കും. നീ ഇതുവരെ കാണാത്തതും അറിയാത്തതുമായ അത്ഭുത കാര്യങ്ങൾ നീ കാണും, നീ അറിയും. നീ ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്നവരാണെങ്കിൽ എൻ്റെ ദൈവത്താൽ ഇത് സാധ്യമാണ്. എനിക്കൊരു നല്ല ഭാവി ഉണ്ടാകും, എനിക്ക് മുൻപോട്ട് നല്ലൊരു ജീവിതം ഉണ്ടാകും, ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കും, ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും, ഞാൻ കർത്താവിന്റെ നാമത്തെ ഉയർത്തും. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ വേണ്ടത് സ്വന്തം ഭവനമെന്ന മനോഹരമായൊരു ഭവനമെന്ന നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. അത് നീ ഇന്ന് വരെ കണ്ടതല്ല, അത് നീ ഏതെങ്കിലും ബാങ്കിൽ കണ്ടതല്ല, അത് നീ ഏതെങ്കിലും രാജ്യത്ത് കണ്ടതല്ല, അത് നീ ഏതെങ്കിലും സ്ഥാപനത്തിൽ കണ്ടതല്ല, അത് നീ ഏതെങ്കിലും വ്യക്തികളുടെ അക്കൗണ്ടിൽ കണ്ടതല്ല. നീ അറിയാത്തത് എൻ്റെ ദൈവം നിന്റെ കരങ്ങളിൽ ഒരുക്കി തരും. ആമേൻ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. പലരും കർത്താവ് പറയുന്ന പലരും ഇങ്ങനെയാ സ്തോത്രം, ഏത് ബാങ്കിലാണ് എൻ്റെ വീട് വയ്ക്കുവാനുള്ള ഫണ്ട് ഇരിക്കുന്നത്, എൻ്റെ വാഹനം വാങ്ങുവാനുള്ള, എൻ്റെ ബിസിനസ് സ്തോത്രം അതൊന്ന് വിശാലപ്പെടുത്തുവാനുള്ള, എൻ്റെ സ്തോത്രം വഴികളെ ഒന്ന് വിശാലപ്പെടുത്തുവാനുള്ള, എനിക്കൊരു വാഹനം വാങ്ങുവാനുള്ള, നന്മ ഉണ്ടാകുവാനുള്ള, എൻ്റെ മക്കളെ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ പഠിപ്പിക്കുവാൻ, അവർ എത്തേണ്ട സ്ഥാനത്ത് എത്തിക്കുവാനുള്ള നന്മ ഏത് ബാങ്കിലാണ് ഇരിക്കുന്നത്, ആരുടെ കയ്യിലാണ് ഇരിക്കുന്നത്? സ്തോത്രം. ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട് അവരുടെയൊക്കെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട്. ചിലരൊക്കെ പറയുന്നത് പൂത്ത പണമുണ്ടെന്നാ. പൂത്തതാണോ കാച്ചതാണോ? ആമേൻ. പൂക്കുന്നത് നല്ലതാ, വേഗത്തിൽ കാവരുമല്ലോ. ആമേൻ, സ്തോത്രം. അത് പോകട്ടെ. പക്ഷെ കേൾക്കണമേ, അവരുടെ പൂത്ത പണമല്ല നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാനുള്ള കാരണം ദൈവത്തിന്റെ കരുതലാണ്. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ദൈവം കരുതിയിട്ടുണ്ട്. ആരുടെയും പൂത്ത പണം കൊണ്ടല്ല, ബാങ്കിലുള്ള പണം കൊണ്ടല്ല, ആരുടെയെങ്കിലും അക്കൗണ്ടിലുള്ള പണം കൊണ്ടല്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടല്ല. എൻ്റെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. നീ ആഗ്രഹിക്കുന്ന യേശുവിൻ നാമത്തിൽ നീ അത് വാങ്ങും. സ്തോത്രം, നീ ആ വസ്തു വാങ്ങും. ആമേൻ, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നിന്റെ തലമുറകളെ നീ അവിടെ തന്നെ എത്തിക്കും. നിന്റെ തലമുറകളിൽ ആ നന്മ നീ കാണും. ആമേൻ. വിൽപ്പനയും നടക്കും, വാങ്ങലും നടക്കും. താങ്ക് യു ലോർഡ്. മുന്തിരിത്തോട്ടത്തിന്റെ സന്തോഷമെന്ന അനുഭവവും ഉണ്ടാകും. ഹല്ലേലൂയ. ആ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ തക്കവണ്ണം സ്തോത്രം തുടർന്ന് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ കാണുവാൻ കഴിയും അന്നത്തെ അവസ്ഥ മാറി. സ്തോത്രം. ബാബേൽ രാജാവും ടീമും പെട്ടിയും എടുത്തു പോയി. സ്തോത്രം, ഹല്ലേലൂയ. കാവൽപുരമുറ്റത്തു നിന്ന് ഇരമ്യാവ് പുറത്തു വന്നു. ആമേൻ, സ്തോത്രം. രാജ്യത്തിൻ്റെ സാഹചര്യങ്ങളെ ദൈവം ഇരമ്യാവിന് വേണ്ടി മാറ്റി. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങളുടെ പ്രതീക്ഷ, നിങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുവാനുള്ള സാഹചര്യങ്ങളാകാം നിങ്ങൾക്ക് ചുറ്റിലുമുള്ളത്. അതായിരിക്കാം നിങ്ങളെ ഭയപ്പെടുത്തുന്നത്. എന്നാൽ കേൾക്കണമേ, ദൈവത്തിൻ്റെ കരുതൽ നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ വേണ്ടി രാജ്യത്തിൻ്റെ നിയമങ്ങളെ മാറ്റും, സാഹചര്യങ്ങളെ മാറ്റും, ഇന്നായിരിക്കുന്ന അവസ്ഥകളെ മാറ്റും. നീ ആയിരിക്കുന്ന സ്ഥാനത്തിൻ്റെ ശോചനീയ അവസ്ഥ കണ്ട് നീ ഭാരപ്പെടേണ്ട, നിന്റെ അവസ്ഥ കണ്ട് നീ തളർന്നു പോകേണ്ട. ഈ കഷ്ടത എന്നും ഇതാണോ? ഈ കണ്ണുനീരിങ്ങനെ തന്നെ തുടരുമോ? എത്ര കാലം ഞാൻ ഈ കരച്ചിലും നിലവിളിയുമായി എൻ്റെ ജീവിതം തീർക്കേണ്ടി വരുമെന്നോർത്ത് ഭാരപ്പെടേണ്ട. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരിയെ, സഹോദര, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ, തിരിച്ചറിയ്. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ വേണ്ടി, നീ ആ നല്ലത് പ്രാപിച്ചെടുക്കാതിരിക്കുവാൻ വേണ്ടി ശത്രു ഒരുക്കുന്ന എല്ലാ പദ്ധതികളെയും തകർത്ത് ദൈവം നിനക്ക് വേണ്ടി കരുതി നിന്നെ ആ പ്രത്യാശിക്കുന്ന ഭാവിയിൽ, ആ നല്ല കാലത്തിലേക്ക് എൻ്റെ ദൈവം കൊണ്ടു ചെന്നെത്തിക്കും. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തേ ഇല്ല. അതെ, നിനക്കൊരു പ്രത്യാശയുണ്ട്, മഹത്വകരമായ പ്രത്യാശ. കാരണം അത് കർത്താവിൽ അടിസ്ഥാനമുള്ള പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേ ഇല്ല. പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ
ദൈവം അനുവദിക്കത്തേ ഇല്ല. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരുന്നാട്ടെ. തുടർന്ന് കർത്തൃമേശയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ സ്തോത്രം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ധ്യാനിച്ച് നമ്മൾ കർത്തൃമേശയിലേക്ക് പ്രവേശിക്കുവാൻ പോകുന്നു. തുടർമാനമായി നമ്മൾ ചിന്തിച്ചു വരുന്നതിനെ തുടർന്ന് ഇന്നും നമ്മൾ ചിന്തിക്കുവാനായി പോകുന്നു. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവകൃപയാൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ശ്രദ്ധയോടെ സ്തോത്രം വലിയ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ആയിരുന്നാട്ടെ. ആ ഭാഗത്താണ് സ്തോത്രം സഭയുടെ അടിസ്ഥാനമായിരിക്കുന്ന 7 കാര്യങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ചോദിക്കുവാൻ നിൽക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണ്. മനസ്സാന്തരം അല്ലെങ്കിൽ രക്ഷ എന്ന് പറയും, സ്നാനം, പരിശുദ്ധാത്മ സ്നാനം, അപ്പോസ്തലിക ഉപദേശം, അപ്പം നുറുക്കൽ, കൂട്ടായ്മ, പ്രാർത്ഥന. ആമേൻ. ഈ 7 അടിസ്ഥാനങ്ങളിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത് എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ഏതെങ്കിലും പുസ്തകമല്ല, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത് ഈ 7 അടിസ്ഥാനങ്ങളിലാണ്, ഈ 7 കാര്യങ്ങളിലാണ് സഭ പണിയപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പിന്നെയും അല്പമായി നമ്മൾ ധ്യാനിക്കുവാനായി പോകുന്നത് 6ാമത്തെ കാര്യമായ കൂട്ടായ്മയെ കുറിച്ചാണ്. കൂട്ടായ്മ, കൂട്ടായ്മ, കൂട്ടായ്മ. ആമേൻ. സ്തോത്രം. ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പറഞ്ഞേ, ഞങ്ങളൊരു കൂട്ടായ്മയിലായിരിക്കുന്നു. ആമേൻ. ഞങ്ങളൊരു കൂട്ടായ്മയിലായിരിക്കുന്നു. ദൈവസന്നിധിയിൽ ഞങ്ങൾ കൂടിയിരിക്കുന്നു. ഞങ്ങൾ കൂട്ടായ്മയിലായിരിക്കുന്നു. നിങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിരിക്കാം എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ കൂട്ടായ്മയിലായിരിക്കുന്നു. സഭയുടെ പ്രധാനപ്പെട്ട തൂണുകളിൽ 7 തൂണുകളിൽ ഒന്നാണ് കൂട്ടായ്മ. കൂട്ടായ്മ അർത്ഥം ഞാൻ ചാകുമ്പോൾ ഉണ്ടാകുന്ന സാധനമാണ് കൂട്ടായ്മ. ആമേൻ. സ്തോത്രം. ഞാൻ ചാകുമ്പോൾ പിന്നെ നമ്മളെ ഉള്ളൂ. ആമേൻ. ഞാൻ എന്നൊരു സംഭവമില്ല. ഞാൻ എവിടെ ചാകുന്നുവോ അവിടെ പിന്നെ നമ്മളുണ്ട്. ഞാൻ എന്നൊരു സംഭവം എവിടെയുണ്ടോ അവിടെ കൂട്ടായ്മയില്ല. ആമേൻ. സ്തോത്രം. വീണ്ടും പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നതിൽ നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഞാൻ കഷ്ടപ്പെടുന്നു, ഞാൻ രാവിലെ തൊട്ട് ഓടുന്നു, ഞാൻ അത് ചെയ്യുന്നു, ഞാൻ ഇത് ചെയ്യുന്നു, ഞാൻ അങ്ങനെ ചെയ്യുന്നു, ഞാനും അയ്യോ. ഇത് കേട്ടോണ്ട് നിൽക്കുന്ന അടുത്തുള്ള ആളിന്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആമേൻ. ഭർത്താവാണിത് പറയുന്നെങ്കിൽ ഭാര്യ പറയും, മുടിഞ്ഞ കാലമാണ്, പോയി കിട്ടിയിരുന്നെങ്കിൽ ഇത്തിരി സമാധാനം ഉണ്ടായിരുന്നു. ആമേൻ. സ്തോത്രം. ജോലിക്ക് പോകുന്ന കാര്യമാണ് പറഞ്ഞാട്ടോ, വേറെ ഒന്നും തെറ്റിദ്ധരിക്കട്ടെ. ആമേൻ. ഭാര്യയാണിത് പറയുന്നതെങ്കിൽ അയ്യോ, ഞാൻ ഈ രാവിലെ തൊട്ട് വെയിൽ കൊണ്ടുവന്ന് ഇവള് കാണുന്നില്ല, ഇവള് കുറച്ചു നേരം അടുക്കളയിൽ കയറിയത്. ആമേൻ. ഈ ഞാൻ എപ്പോഴും പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊരു സ്തോത്രം, ഒരു മോട്ടിവേഷണൽ സ്പീച്ച് പോലെ എന്തോ സംഭവമാണ്. അല്ല, ബൈബിൾ അതാണ് പറയുന്നത്. ഈ ഞാൻ പ്രശ്നമാണ്. നമ്മൾ പോയി ഞാൻ വന്നപ്പോഴാണ് നമ്മൾ ഈ ഗതികേടിലായത്. എവിടെ? തോട്ടത്തിലെ. നമ്മൾ പോയിട്ട് അവിടെ ആരും വന്നു? ഞാൻ വന്നു. നമ്മളാരായിരുന്നു? ആദവും ഹവ്വയും നമ്മളായിരുന്നു. നമ്മൾ ഹാപ്പി ആയിട്ട് അങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ മാറി ഞാനായി. ആര്? ഹവ്വ മാത്രമായി. ഹവ്വ മാത്രമായപ്പോൾ ആ ഞാനിനൊരു കമ്പനി കൊടുക്കുവാൻ വേണ്ടി വേറൊരു ഞാൻ വന്നു. ആ ഞാനിൻ്റെ പേര് പിശാച്. നിങ്ങൾ ബൈബിൾ എടുത്ത് വായിച്ചു നോക്കിയേ, എവിടെയെങ്കിലും ആദവും ഹവ്വയും ഒരുമിച്ചുണ്ടായിരുന്നപ്പോൾ പിശാച് വന്നോ? നിങ്ങൾ വായിച്ചു നോക്കിയേ, എവിടെയെങ്കിലും പിശാച് എന്നിട്ട് ഹവ്വയെ ശൂശു എന്ന് വിളിച്ചോ? വിളിക്കൂല. കാരണം കൂട്ടായ്മയിലായിരുന്നു. കൂട്ടായ്മയിലായിരിക്കുമ്പോൾ പിശാച് വരത്തില്ല. പക്ഷെ ഒറ്റയ്ക്കായപ്പോൾ പെട്ടെന്ന് പിശാച് ചാടി വന്നു. ആമേ. അപ്പോൾ കൂട്ടായ്മയാണ് വിശ്വാസിയുടെ ബലം. എവിടെ കൂട്ടായ്മ നഷ്ടപ്പെടുമോ, ഉദാഹരണം ഏലിയാവ് തന്നെ എന്തോരം കാര്യങ്ങൾ ചെയ്തതാ. ആമേൻ. 850 പ്രവാചകന്മാരെ ഒറ്റയടിക്ക് ഒരൊറ്റ തീയറക്കലിന് ശേഷം കൊന്നുകൂട്ടിയവനാ. ഇസബേലൊന്ന് കണ്ണു മുഴപ്പിച്ചപ്പോൾ ഒരു മരത്തിൻ്റെ മൂട്ടി കിടന്ന്. സ്തോത്രം. ഈ ഇസബേലിയ മണ്ഡലം ഇന്നും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളത് തിരിച്ചറിയുക. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. നോക്കിയ തോട്ടത്തിൽ എന്താ സംഭവിച്ചത്? കൂട്ടായ്മ നഷ്ടപ്പെട്ടു. ഹവ്വ ഒറ്റയ്ക്കായപ്പോൾ ഉടനെ നമ്മുടെ കൂട്ടുകാരൻ കൂടെ കൂടി. ആമേൻ. പിന്നെ അങ്ങ് ചോദ്യങ്ങളും പറച്ചിലുമായി. ഒറ്റയ്ക്കാകുമ്പോൾ പിന്നെ ചോദ്യങ്ങൾ പറച്ചില്ല. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ ചോദിക്കാനൊക്കെ തുടങ്ങും. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ സൊല്യൂഷൻസ് ഒക്കെ കണ്ടെത്താൻ തുടങ്ങും. നോക്കൂ, ആ ഭാഗം നിങ്ങൾക്കറിയാമല്ലോ, ഉൽപ്പത്തി പുസ്തകമാണേ. സ്തോത്രം. അപ്പോൾ പിശാചിൻ്റെ അല്ലെങ്കിൽ ഒറ്റയ്ക്കായി തീർന്ന ആദത്തിൻ്റെ ഹവ്വയുടെ അടുക്കൽ വന്ന പുതിയ പങ്കാളിയുടെ ഡൗട്ട് ഇതാണ്: ദൈവം പറഞ്ഞിട്ടുണ്ടോ തിന്നരുതെന്ന്? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നേ? ആമേൻ. നിങ്ങളുടെ കയ്യിലും അങ്ങനെ തന്നെ, ബൈബിളിൽ അങ്ങനെ തന്നെ. ആമേൻ. ദൈവം പറഞ്ഞിട്ടുണ്ടോ? ആ സാധനം എന്താണ്? ദൈവം പറഞ്ഞത് എന്താണ്? കൽപ്പന. അത് നിങ്ങളുടെ മനസ്സിൽ വേണം. ദൈവം പറഞ്ഞത് എന്താണ്? കൽപ്പന. ദൈവം പറഞ്ഞത് എന്താണ്? കൽപ്പന. അപ്പോൾ പിശാച് ചോദിക്കുന്നത് എന്താ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആമേൻ. ഇല്ലെന്ന് പറയാൻ പറ്റുന്നതിന് മുമ്പേ അടുത്ത പോയിന്റ് എന്താ? നീ ദൈവത്തെ പോലെ ആവും. സ്തോത്രം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. അവിടെ ആദം ഉണ്ടായിരുന്നെങ്കിൽ ഹവ്വ എന്തു ചെയ്യും? ആദ്യം ആദത്തോട് ചോദിക്കും, ശരിയാണോ? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ആമേൻ.
അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് ആദം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഹവ്വ അടുത്ത കാര്യം പറയും, ആ കർത്താവ് ഇത് മാത്രമല്ല പറഞ്ഞിട്ടുള്ളത്, അപ്പുറത്തൊക്കെ വേറെ പഴങ്ങൾ നിൽക്കുന്നതും പറഞ്ഞിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഇതിനേക്കാളും നല്ല പഴമാണ്. ഇങ്ങനെ പറഞ്ഞ് ഇവരെ കിട്ടാത്ത രീതിയിൽ ഇവർ പാമ്പിൽ നിന്ന് അകന്നു പോകും. ആമേൻ. കാരണം കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമ്മൾ ശക്തിപ്പെടും. ഹവ്വയ്ക്ക് ചോദിക്കാൻ ഒരാളുണ്ട്, ഹവ്വയ്ക്ക് ചോദിക്കാൻ അവിടെ ആളില്ല, ഒറ്റയ്ക്കായി. അതുകൊണ്ടാ പറഞ്ഞു തീരുന്നപ്പോൾ പണി കിട്ടിയ പലരും ഒറ്റയ്ക്കാവുമ്പോഴാണ് പണി കിട്ടുന്നത്. എന്നെ കേൾക്കുന്ന പലരും ഒറ്റയ്ക്കായി പണി കിട്ടിയ പലരും ഉണ്ട്. ആമേൻ, സ്തോത്രം. ഈ ഒറ്റയ്ക്കാകുന്നവരെ നോക്കി നടക്കുന്ന പാമ്പുകൾ ഇപ്പോഴും വേലിയിലിരിപ്പുണ്ട്. കേരള സർക്കാർ ബിറജിയിൽ നിന്ന് തുറന്നുവിടുന്ന പാമ്പിനെ കുറിച്ചല്ല പറഞ്ഞത്, വേറെ പാമ്പുകളെ കുറിച്ച്. ആമേൻ, സ്തോത്രം. അത് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം. ആമേൻ. ഫേസ്ബുക്ക് നോക്കി, വാട്സപ്പ് നോക്കിയിരിക്കും, എവിടെയാണ് ഒറ്റയ്ക്കായ 3 സ്റ്റാറ്റസ് കാണുന്നത്. ഓ സ്തോത്രം. അങ്ങനെ സ്റ്റാറ്റസ് ഇടുന്ന കുറേ വായിൽ നോക്കിയുള്ളതുണ്ട്. വീട്ടിൽ ഒറ്റയ്ക്കാവുന്ന പെണ്ണുങ്ങൾക്ക് ഇട്ട് കളിക്കാൻ വേണ്ടി കുറേ സ്റ്റാറ്റസ് ഇട്ട് കൊടുക്കും. ഞാൻ അവനെ നോക്കിയിരുന്നു, ഇവനെ കണ്ടില്ല. അപ്പം വേലിയിലിരിക്കുന്ന പാമ്പിന് മനസ്സിലാവും ഇവൾ ആരെയോ നോക്കിയിരുന്നു, ആരെയും കിട്ടിയില്ല, എന്നാൽ എനിക്ക് അവിടെ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി പോകാൻ. ആമേൻ. നിങ്ങൾ ഒറ്റയ്ക്കായാൽ അപ്പോൾ നിങ്ങളെ തകർത്ത് കളയുവാൻ തക്കവണ്ണം പിശാച് പല രൂപത്തിലും വരും. ആമേൻ, സ്തോത്രം. അപ്പോൾ ഒറ്റയ്ക്കാകുന്നത് നിങ്ങളുടെ ബലഹീനവും കൂട്ടായ്മയിലായിരിക്കുന്നത് നിങ്ങളുടെ ബലവുമാണ്. സ്തോത്രം. ആദം ഹവ്വ എത്ര കാലം, ഒരുപാട് കാലം തോട്ടത്തിനകത്തുണ്ടായിരുന്നു, പാമ്പ് വന്നതേയില്ല. പാമ്പിനറിയാം അവർ കൂട്ടായ്മയിലാണ്, മൂന്നാമനായി ദൈവവും ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. അവർ രണ്ടുപേരും കൂട്ടായ്മയിലായിരിക്കുമ്പോൾ മൂന്നാമനായി ദൈവവും ഉണ്ട്. പക്ഷെ ഒറ്റയ്ക്കായി തീർന്നപ്പോൾ കർത്താവ്, സ്തോത്രം, പിശാചിനറിയാം ഇവളിതാ ഒറ്റയ്ക്കായി. സ്തോത്രം. അപ്പോൾ ചുരുക്കത്തിൽ എന്താ അവിടെ സംഭവിച്ചത്? ദൈവം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അഥവാ കൽപ്പന തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? പിശാച് സിമ്പിളായിട്ട് കൽപ്പന ലംഘിക്കാനാണ് പറഞ്ഞത്. ആമേൻ. നേരിട്ട് പറഞ്ഞതല്ല, പിശാച് വളഞ്ഞ വഴിയിൽ കൽപ്പന ലംഘിക്കാൻ പറഞ്ഞു. ഇന്നും പിശാച് ചെയ്യുന്നത് ഇത് തന്നെയാ, കൽപ്പന ലംഘിക്കുവാൻ നമ്മോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം നമ്മൾ അതായിരിക്കത്തില്ല കേൾക്കുന്നത്. നമ്മൾ കേൾക്കുന്നത് വേറെ കാര്യമായിരിക്കും. നമ്മൾ കേൾക്കുന്നത് ഐസ്ക്രീം കുടിക്കുന്ന കാര്യമായിരിക്കും. പക്ഷെ ഇപ്പുറത്ത് ലംഘിക്കപ്പെടുന്നത് കൽപ്പനയാണെന്ന് നമ്മൾ അറിയത്തില്ല. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്നത് വേറെ എന്തെങ്കിലും, ഈ നമ്മുടെ ജഡത്തെ തൃപ്തിപ്പെടുത്തുന്ന, സന്തോഷിപ്പിക്കുന്ന, നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ അപ്പുറത്ത് കൽപ്പന ലംഘിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയരെ, കൽപ്പന ലംഘിക്കപ്പെട്ടാൽ ശിക്ഷ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. എവിടെയെങ്കിലും പിടിക്കപ്പെട്ടില്ല എന്ന് കരുതി അങ്ങനെ രക്ഷപ്പെട്ടെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ പൂങ്കുളത്തിരിക്കുന്ന ക്യാമറയിൽ നമ്മൾ പതിഞ്ഞില്ല എങ്കിലും ഹൈവേയിൽ കയറി കഴിഞ്ഞാൽ ക്യാമറയിൽ പതിയും, ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ വീട്ടിൽ പെറ്റി വരും. ആമേൻ. അതുകൊണ്ട് അവിടെ പതിയാത്തത് കൊണ്ട് വേറൊരിടത്തും പതിയത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കരുത്. പണി കിട്ടും. ആമേൻ. കൽപ്പന ലംഘിച്ചാൽ പണി കിട്ടും. പിശാചിന്റെ ലക്ഷ്യം ഒറ്റയ്ക്കാകുന്നവരെ കൽപ്പനാ ലംഘികളാക്കി ദൈവത്തിൽ നിന്ന് അകറ്റി കളയുക. ആമേൻ, സ്തോത്രം. അപ്പോൾ ശ്രദ്ധിച്ച, കൂട്ടായ്മയുടെ ആവശ്യം എന്താ? കൂട്ടായ്മ നഷ്ടപ്പെടുന്നിടത്ത് കൽപ്പന ലംഘിക്കപ്പെടും. ദൈവം പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ അനുസരിക്കുവാനുള്ളതാ പ്രിയരെ. ആമേൻ. ഇത് ഒറ്റയ്ക്ക് പറ്റത്തില്ല. ഒറ്റയ്ക്കിരുന്ന് ഈ കൽപ്പനകളെല്ലാം എടുത്തു വെച്ച് വായിച്ചു നോക്കിയാൽ കുറേ വായിച്ചു, കർത്താവ് ഇതെല്ലാം ഞാൻ 10 കൽപ്പന മാത്രമല്ല, 632 ചട്ടങ്ങളും അതുപോലെ 640ഓളം ഉപവിധികളുമുണ്ട്. മൊത്തത്തിൽ 10,300 അടുപ്പിച്ച് കൽപ്പന കിടക്കിയ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടിരുന്ന് വായിച്ചു നോക്കിയാൽ ഒരു 10-50 വരെയൊക്കെ പോകും. 55 ആകുമ്പോൾ കർത്താവേ, ഞാൻ ഈ 50-60 വയസ്സുകൊണ്ട് ഇതെല്ലാം കൂടെ, ആമേൻ, ഒറ്റയ്ക്ക് പറ്റത്തില്ലെന്നേ. ആമേൻ, ഹാലേ. ഇപ്പൊ നോക്കി, ശശിയങ്ങൾ ഒരു കലം കഞ്ഞി അവിടെ വെച്ചിട്ട് ഇരിപ്പുണ്ട്. ആരെങ്കിലും വെളിയിലോട്ട് ഇറങ്ങിപ്പോയിട്ട് അതൊന്ന് എത്തി നോക്കിയിട്ട്, കർത്താവ് ഈ കഞ്ഞി എത്ര ഞാൻ ഒറ്റയ്ക്കാ, പറ്റത്തില്ല. പക്ഷെ നമ്മളെല്ലാം കൂടെ അങ്ങ് ഇറങ്ങിപ്പോയാലോ ഇപ്പൊ അത് മൊത്തം തീരും. ഇതുപോലെ ആമേൻ, കൂട്ടായ്മ എന്ന് പറയുന്നത് അതാ. ഒറ്റയ്ക്ക് തീരാത്തത് കൂട്ടമാകുമ്പോൾ തീരും. ആമേൻ. മുമ്പിൽ ഒറ്റയ്ക്ക് തീരാത്ത ചിലതുണ്ടെങ്കിൽ തിരിച്ചറിയ, നീ കൂട്ടായ്മയിൽ ശക്തിപ്പെടുമ്പോൾ അതൊക്കെ തീരും. ആമേൻ. കൂട്ടായ്മയിൽ നീ കൽപ്പന അനുസരിക്കും. കൂട്ടായ്മയിൽ നീ കൽപ്പന തെറ്റി നടക്കത്തില്ല. കൂട്ടായ്മയിൽ വേലി പൊളിച്ച് പിശാച് നിന്റെ അടുക്കൽ വരത്തില്ല. കൂട്ടായ്മയിൽ നീ ഒറ്റയ്ക്കാണെന്ന് തിരിച്ചറിഞ്ഞ് പിശാച് നിന്നെ പ്രലോഭിപ്പിക്കത്തില്ല. ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റി കളയത്തുമില്ല കൂട്ടായ്മ. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത്, ആമേൻ, അത് സഭയുടെ തൂണാണ്. ആമേൻ, സ്തോത്രം. ഈ 7 തൂണുകളിൽ പണിതിരിക്കുന്ന സഭ, ആ സഭയെ ചേർക്കുവാൻ സഭാകാന്തനായ കർത്താവ് യേശു ക്രിസ്തു കടന്നു വരുമെന്നുള്ള വിശ്വാസമാണ് സഭയുടെ അടിസ്ഥാനം. മനസ്സിലായവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കലങ്കിലിരിക്കുന്നവരെ കൂട്ടിവരുത്തുവാൻ വരുമെന്നല്ല വചനം പറയുന്നു. സഭയെ ചേർക്കുവാൻ സഭയുടെ കാന്തനായ കർത്താവ് യേശു ക്രിസ്തു വരും. നിങ്ങൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കർത്താവ് യേശു ക്രിസ്തു പറയുന്നുണ്ട്, എനിക്ക് വേറെയും ആട്ടിൻ കൂട്ടങ്ങളുണ്ട്, ആടുണ്ടെന്നല്ല പറയുന്നത്. ആമേൻ. ചാമവുള്ള ഒരുപാട് സഭകൾ കാണും. ആ സഭയെല്ലാം ചേർക്കാൻ കർത്താവ് വരും. പക്ഷേ കലിങ്ങിലിരിക്കുന്ന ഒരാടിനെ ചേർക്കാൻ കർത്താവ് വരത്തില്ല. ആമേൻ, സ്തോത്രം. ആ കലിങ്ങിലിരിക്കുന്നത് ആടുമല്ല.
ആമേൻ. എനിക്ക് വേറെയും കൂട്ടങ്ങളുണ്ടെന്നാണ് കർത്താവ് പറഞ്ഞത്. എനിക്ക് അവിടെ ഒറ്റയ്ക്കൊരുത്തനെ വെയിറ്റ് ചെയ്ത് അല്ല, കൂട്ടായ്മ സഭയെ ചേർക്കുവാനാണ് സഭാകാന്തനായ കർത്താവ് വരുന്നത്. ആമേൻ. നമ്മുടെ പ്രത്യാശ അതാണ്. ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിന് പങ്കാളികളായി നാം മാറുമ്പോൾ നമ്മുടെ ആ പ്രത്യാശ ഒന്നുകൂടെ ഉറപ്പിക്കപ്പെടുകയാണ്. 2000 വർഷങ്ങളായി ഭക്തന്മാർക്ക് ഉറപ്പിച്ചു കിട്ടിയ ആ പ്രത്യാശ ഉറപ്പിക്കപ്പെടുകയാണ്. നമ്മൾ ആ വരവിങ്കൽ ചേർക്കപ്പെടും. കാരണം നമ്മൾ ആ അടിസ്ഥാനത്തിനകത്തായിരിക്കുന്നു. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണെന്നേ 133 സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ചിരിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമായ, എന്താ പറഞ്ഞത്, എത്ര ശുഭവും മനോഹരവുമായ കാര്യം. അതിങ്ങനെ അഭിഷേകം വന്നിട്ട് തലയുന്നു താടിയുന്നു. ഈ സങ്കീർത്തനങ്ങൾ എഴുതിയ പുള്ളികളൊക്കെ ഒറ്റയ്ക്കായപ്പോഴോ കുളിമുറിയിൽ എത്തി നോക്കാനും അവളെ ഭർത്താവിനെയും ഭാര്യയും കൊല്ലാനും ഇതായിരുന്നു ജോലി. ആമേൻ. കൂട്ടായ്മ എവിടെ വെളിപ്പെടുമോ അവിടെ കാഴ്ചപ്പാട് മാറും, അഭിഷേകം വന്ന് നിറയും. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. കൂട്ടായ്മയാണ് നമ്മെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ശക്തമായൊരു കൂട്ടായ്മ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ബലഹീനതകളെ കൂട്ടായ്മ തിരിച്ചറിയും. ആമേൻ. ഹല്ലേലൂയ. ഈ സഭയുടെ ലക്ഷ്യം തന്നെ എന്താണ്? ഒരുത്തൻ ബലഹീനനായി തീരുമ്പോൾ ഒപ്പമുള്ളവൻ അത് തിരിച്ചറിഞ്ഞ് അവനെ ശക്തിപ്പെടുത്തും, അവൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കും. കാരണം നമുക്കറിയാം നാളെ നമുക്കും ഈ കഷ്ടം വരും. അതുകൊണ്ട് ആദ്യമേ ഒരുത്തൻ പിന്മാറുമ്പോൾ അവനോടൊപ്പം ചേർന്ന് നിന്ന്, ഒരുത്തൻ രോഗിയായി തീരുമ്പോൾ അവർക്കൊപ്പം ചേർന്ന് നിന്ന്, ഒരുത്തൻ കഷ്ടത അനുഭവിക്കുമ്പോൾ അവർക്കൊപ്പം ചേർന്ന് നിന്ന്. കൂട്ടായ്മ. അപ്പോൾ ആ കൂട്ടായ്മ എന്ന അടിസ്ഥാനത്തിൽ പണിയപ്പെട്ടിരിക്കുന്ന സഭ കർത്താവിന് വേണ്ടി ഒരുങ്ങുന്നു. ഒപ്പം കർത്തൃമേശ അഥവാ അപ്പം നുറുക്കൽ ആചരിച്ചുകൊണ്ട്. ആമേൻ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം, തുടർന്ന് സ്നാനപ്പെടണം. ആമേൻ. ഈ 2 കാര്യങ്ങളും ആ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ്. മാനസാന്തരപ്പെട്ട് സഭയോട് ചേരുകയാണ് ചെയ്യുന്നത്. രക്ഷിക്കപ്പെട്ട് സഭയോട് ചേരുന്നു. ആമേൻ. തുടർന്ന് സ്നാനമെടുക്കുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്ന അതേ മാതൃകയിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. ഇതെല്ലാത്തിനും ഒരു ഓർഡർ വരുമ്പോഴാണ് എല്ലാം ഭംഗിയാവുന്നത്, അല്ലേ? എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓർഡറുണ്ട്. ഓർഡറിനകത്തായിരിക്കുമ്പോൾ അതിനെല്ലാം ഒരു ഭംഗിയുണ്ട്. ആമേൻ. സ്തോത്രം. നമ്മുടെ വീട്ടിനകത്ത് പല മുറികളുണ്ട്, അടുക്കളയുണ്ട്. അടുക്കളയ്ക്കകത്തിരിക്കാനുള്ള സാധനം ഹാളിനകത്തിരുന്നുള്ള സ്ഥിതി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ വാഷ് ബേസിനകത്ത് കിടക്കുന്ന സാധനം, ഇപ്പം നമ്മുടെ വീട്ടിനകത്ത് ഒരാൾ കയറി വാഷ് ബേസിനകത്ത് ഒരു എച്ചിലായ പാത്രം കിടക്കുകയാണ്, ആർക്കും ഒന്നും തോന്നത്തില്ല. കാരണം അത് വാഷ് ബേസിനകത്ത് കിടക്കാനുള്ള സാധനമാണ്. അത് പോകുമ്പോൾ ഈ നമ്മുടെ ഹാളിൽ ടീപ്പോയുടെ പുറത്ത് എച്ചിലായി ഒരു 3 ദിവസത്തെ എച്ചിലായി മറ്റേ കുറ്റി ഈച്ചയൊക്കെ വന്ന് പൊതിയുന്ന ഒരു സാധനം പൂ പോലെ വച്ചിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവൻ എല്ലാത്തിനും ഒരു ഓർഡറുണ്ട്. ആമേൻ. വേദപുസ്തകമാണ് ആ ഓർഡർ. ഹല്ലേലൂയ. അപ്പോസ്തലന്മാരിലൂടെ അത് നമുക്ക് ഉറപ്പിക്കപ്പെട്ട് കിട്ടിയിരിക്കുന്നു. ആ അടിസ്ഥാനത്തിൽ നിൽക്കുന്നതിന് തടസ്സമായി നമ്മെ ഒറ്റയ്ക്കാക്കുന്ന പിശാചിനെ തകർക്കുവാൻ കൂട്ടായ്മയിലായിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഒരുമിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ആരും മൗനമായിരിക്കരുതേ. നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തില്ല. ലൈവിൽ കേൾക്കുന്നവർ, എനിക്കൊപ്പമായിരിക്കുന്നവർ ചേർന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അപ്പ ഇവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ അനുവദിക്കരുത്. ഇന്നിവർ കൂട്ടായ്മയിൽ ശക്തിപ്പെടുമ്പോൾ, ഇവരുടെ ബലഹീനതകൾക്ക് ആശ്വാസം പകരപ്പെടുമ്പോൾ, ഇവർ ദൈവസന്നിധി വിശ്വസിച്ച് കർത്താവിലൂടെ കർത്താവ് ഏറ്റവും നല്ലത് നേടിയെടുക്കുവാൻ ഉറപ്പും ധൈര്യമുള്ളവരായി മാറുമ്പോൾ ഇവരുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതിരിക്കുവാൻ വേണ്ടത് സ്വർഗം ഇന്ന് നൽകി അങ്ങ് മാനിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. നിന്റെ പ്രത്യാശയ്ക്ക് ആ നല്ല ഭാവി എന്ന ആ നല്ല ജീവിതമെന്ന അനുഗ്രഹിക്കപ്പെട്ട മുന്നേറ്റമെന്ന പ്രത്യാശയ്ക്ക് ഭംഗം വരാതവണ്ണം നിങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഒരു നല്ല കർത്താവ്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആ സൗഖ്യമെന്ന പ്രത്യാശയ്ക്ക് ഇനി ഭംഗം വരത്തില്ല. കർത്താവ് നിന്നെ തൊട്ട് സൗഖ്യമാക്കി. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷമെന്ന, നിന്റെ ജീവിതത്തിനകത്ത് സന്തോഷമെന്ന, നിന്റെ തലമുറകളുടെ മുന്നേറ്റമെന്ന, നിന്റെ കുടുംബത്തിന്റെ മുന്നേറ്റമെന്ന, നിന്റെ കുടുംബത്തിന്റെ നന്മകൾ നീ അനുഭവിക്കേണ്ടത് അതെ അതിന് തടസ്സമായി നിൽക്കുന്ന, വിരോധമായി നിൽക്കുന്നതിനെ തകർത്ത് നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ നീ അത് പ്രാപിക്കുവാനുള്ള കരുതലുകളെ ആ രാജ്യത്തിന്റെ കർത്താവ് നിന്റെ കരങ്ങളിൽ തരിക. നിന്റെ ഭവനത്തിനകത്ത്, ആശുപത്രിക്കകത്ത്, സഭയ്ക്കകത്ത്, നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത്. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അങ്ങ് അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഈ വചനത്താൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവിന് വേണ്ടി ഒരുങ്ങുവാനും കാത്തിരിക്കുവാനും ഇതിനകത്തും പുറത്തുമായിരിക്കുന്ന ഓരോ വ്യക്തികളെയും സ്വർഗ്ഗം അങ്ങ് ഒരുക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.
പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.